നമസ്കാരം. നമ്മളുടെ ഈ വൈകുന്നേരത്തെ ചെറിയ യോഗം തുടങ്ങുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ എത്തുന്നുണ്ട്. SK അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തും. ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ SV ജയകുമാർ, എന്നോടൊപ്പം ഉള്ളത് TK റീജിത്ത്. അപ്പോൾ നമ്മളുടെ ഈ ലഹരി വിരുദ്ധ യാത്ര, അല്ലെങ്കിൽ ലഹരിക്കെതിരായ നമ്മളുടെ ഈ പ്രചാരണ പരിപാടി അത് തുടങ്ങിയിട്ട് നമ്മൾ ഏതാണ്ട് 14ാമത്തെ ദിവസമാണ്. തിരുവനന്തപുരത്തു നിന്ന് നമ്മളുടെ യാത്ര തുടങ്ങി. അത് വിവിധ തെക്കൻ കേരളത്തിലൂടെ കടന്ന് മധ്യ കേരളത്തിൽ എത്തി നിൽക്കുന്നു. നാളെയും കൂടി എറണാകുളത്ത് നമ്മളുടെ യാത്രയുണ്ടാകും. തിങ്കളാഴ്ച മുതൽ നമ്മൾ തൃശ്ശൂരിലേക്ക് യാത്ര കടക്കും. നമുക്കറിയാം, SK അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ 40 വർഷം പിന്നിടുകയാണ്. ഈ സമയത്താണ് ഇത്തരമൊരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ യാത്ര യഥാർത്ഥത്തിൽ ഒരു ആഘോഷ പരിപാടിയായി, ഒരു 40 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം അത് ശരിക്കും ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത്തരമൊരു ആഘോഷത്തിൻ്റെ സമയമല്ല ഇത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം നമ്മൾ ദൈനംദിനം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ ഒട്ടും ഏതെങ്കിലും തരത്തിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടല്ല നമ്മൾക്ക് ഒപ്പമുള്ളത് എന്ന് നമ്മളെ നല്ല ബോധ്യമുള്ളവരാക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇത്തരമൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയം, 40 വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതം, അതിൻ്റെ 40ാം വർഷം കടന്നു പോകുമ്പോൾ അത് ജനോപകാരപ്രദമായ ഒരു ബോധവൽക്കരണത്തിലേക്ക്, ഒരു ജാഗ്രത സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഒരു യാത്ര നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവരുടെ അണികളെ സജ്ജരാക്കാൻ വേണ്ടി വടക്ക് നിന്ന് തെക്കോട്ട് നടത്തുന്ന യാത്രകൾ അത് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമോ ഒക്കെ മുന്നോട്ട് വെച്ചാണ്. പക്ഷേ അത്തരം ഒരു മുദ്രാവാക്യവും ഇല്ലാത്ത ഒറ്റ പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന്, ജനങ്ങളെ ജാഗ്രതയോടെ ഈ സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരൊറ്റ പോയിന്റിലാണ് ഈ യാത്ര ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഇത്തരമൊരു യാത്ര ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലോകത്തെവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്തരമൊരു യാത്ര ഒരു മാധ്യമപ്രവർത്തകൻ ഇനി നടത്തുമോ എന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ സങ്കീർണമാണ് സാഹചര്യം എന്നത് ഞങ്ങൾ ഓരോ ജില്ലയിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ബോധ്യം എന്നത് കേവലം ബോധ്യമല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ അറിയുന്നതാണ്, ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും. അതിൽ ഉറപ്പായും ഞങ്ങളുടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. അത് പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആ റിപ്പോർട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്നുണ്ട്. ലഹരി വ്യാപനത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളുടെ കേരളത്തിലെ ലഹരിയുടെ ഹോട്ട് സ്പോട്ടുകൾ എവിടെയൊക്കെയാണ് എന്നതടക്കം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന മുഴുവൻ വിവരങ്ങളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ചില രഹസ്യ വിവരങ്ങൾ എന്ന മട്ടിൽ ഞങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായും നൽകുന്നുണ്ട്. അത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും, ബാക്കി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം, 2025 പുലർന്നത് മുതൽ കൂട്ടക്കൊലപാതകങ്ങളുടെയും അക്രമ സംഭവങ്ങളുടെയും വാർത്ത കേട്ടാണ്. 2024 ഡിസംബർ 31 ഒരു 14 വയസ്സുകാരനും ഒരു 16 വയസ്സുകാരനും തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ ഒരു 30 വയസ്സുള്ള യുവാവിനെ കുത്തിക്കൊന്നു എന്ന വാർത്ത കേട്ടാണ് നമ്മൾ 2024 വിട ചൊല്ലിയത്. 2024 കടന്നു. അതിൽ ആ 14 വയസ്സുള്ള കുട്ടിയാണ് ഈ 30 വയസ്സുകാരനെ കുത്തിയത്. ലഹരിക്ക് അടിമയാണ്. അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അവൻ കത്തിയുമായാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ പുതുവർഷ തലേന്ന് നമ്മൾ കേട്ടത്, പുതുവർഷ ദിവസം നമ്മൾ അറിഞ്ഞത്, കേരളത്തിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി കേട്ടുകൊണ്ടാണ് നമ്മൾ ആ ദിവസം തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ എറണാകുളം ജില്ലയിൽ ചേന്നമംഗലത്ത് കൂട്ടക്കൊലപാതകങ്ങളുടെ വാർത്തകൾ കണ്ടു, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ കണ്ടു, പാലക്കാട്ട് കണ്ടു. അപ്പോൾ കേരളത്തിലെ ഈ തരത്തിലുള്ള അക്രമ സംഭവങ്ങളുടെ ഒക്കെ ഒരു കാരണം പരിശോധിക്കുമ്പോൾ അതിനൊക്കെ പിന്നിൽ രാസലഹരി ഒരു പ്രധാന ഘടകമാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മാത്രമല്ല, അത് അന്വേഷണ ഏജൻസികളുടെ പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലഹരി എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, അയാളുടെ ചുറ്റുപാടിനെ, സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. വലിയ കൂട്ടക്കൊലകളുടെയൊക്കെ കാരണമായി അത് മാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് അത് വാർത്തകളിലൂടെ മാത്രമല്ല, അന്വേഷണ റിപ്പോർട്ടുകളിലൂടെയും ഞങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. അതൊരു പക്ഷേ കേരളത്തിൽ വാർത്തകളിലൂടെ കടന്നു പോകുന്ന, പത്രങ്ങളിലൂടെയും ചാനലുകളുടെയും ഒക്കെ കടന്നു പോകുന്ന മുഴുവൻ പ്രേക്ഷകർക്കും വായനക്കാർക്കുമൊക്കെ ഇതിനോടൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ
കലാലയങ്ങളിലെ പ്രശ്നങ്ങൾ, അപ്പോൾ കോളേജുകളിലെ പ്രശ്നങ്ങൾ, ഹോസ്റ്റലുകളിലെ പ്രശ്നങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ലോകത്താകെ ലഹരി ഒരു വലിയ ശത്രുവായി, ലോകത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ലഹരി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മനുഷ്യരാശിയുടെ വലിയ ശത്രുവായി പല രോഗങ്ങളെ നമ്മൾ ഒരു സമയത്ത് കണ്ടിരുന്നു. അതിൽ പല രോഗങ്ങളും ഇതിനോടകം മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിനെ പലതിനും പ്രതിവിധി കണ്ടെത്താൻ, ചികിത്സ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ലഹരിയുടെ വ്യാപനം ലോകത്ത് സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ വലിയ വലിയ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന സ്വാധീന ശക്തികളായി അന്താരാഷ്ട്ര ലഹരി സംഘങ്ങൾ മാറിയത് ഈ നൂറ്റാണ്ടിൻ്റെ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അമേരിക്ക ഇപ്പോൾ ട്രംപ് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം ലോകത്ത് ഒരു ലഹരി സംഘത്തെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചു. അതാദ്യമായാണ് ഒരു ലഹരി സംഘം ഭീകര സംഘടനയുടെ പട്ടികയിൽ പെടുന്നത്. അപ്പോൾ ആ നിലയിൽ ലോകത്ത് കൊളംബിയൻ കാർട്ടലുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലഹരി സംഘമാണ്. അത് ഭരണകൂടത്തെ കൊണ്ടുവരാനും ഭരണകൂടത്തെ ഇല്ലാതാക്കാനും ആ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന NGO-കളെ ഇല്ലാതാക്കാനും അതിൻ്റെ തലപ്പത്തുള്ളവരെ നിഷ്കാസനം ചെയ്യാനും അവർക്ക് വേണ്ട ഭരണ സംവിധാനങ്ങളെ ലോകത്ത് പ്രതിഷ്ഠിക്കാനുമൊക്കെ വലിയ വലിയ $522 ബില്യൺ ലഹരി ഇടപാടുകൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ലഹരി സംബന്ധിച്ച UN ഓഫീസിൻ്റെ കണക്ക്. അത് ഓരോ വർഷവും 60% വർധനയാണ് ആ കണക്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്നത് ചെറിയ പ്രതിസന്ധിയല്ല. നമ്മളുടെ മുന്നിൽ ഇപ്പോൾ 1.5 ഗ്രാമോ 2 ഗ്രാമോ MDMA-യുമായി വരുന്ന ഒരു കാരിയറെ പിടിച്ചാൽ നമ്മളുടെ അന്വേഷണം അവനിൽ അവസാനിക്കുകയാണ്. പക്ഷേ അയാളുടെ സോഴ്സുകളിലേക്കോ അതിൻ്റെ അപ്പുറങ്ങളിലേക്കോ പോകാൻ പലപ്പോഴും നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതെ വരുന്നത് അത് നമ്മുടെ പരിമിതിയല്ല, കാരണം അത്രത്തോളം സങ്കീർണമാണ് ലോക സാഹചര്യം എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി ആണോ ഈ ബോധവൽക്കരണം എന്നത് ചോദിച്ചാൽ ഇതിനൊക്കെ പ്രതിവിധി ആ ബോധവൽക്കരണം മാത്രമല്ല, അതിശക്തമായ എൻഫോഴ്സ്മെൻറ്റ്, അത് ഇതിനൊക്കെ പ്രതിവിധി അതുകൂടിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഇത്തരം സംഘങ്ങളെ അതിനെതിരെയുള്ള വലിയ ജാഗ്രത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വലിയ ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും ഇത്തരം ലഹരി സംഘങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അത്തരം സംഘങ്ങളെ കണ്ടെത്തിയാൽ നമുക്കവരെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് അവർക്കെതിരെ വലിയ ജനകീയ പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച എലത്തൂരിൽ ഒരു അമ്മ, മിനി എന്നാണ് അമ്മയുടെ പേര്, നമ്മൾ വാർത്തകളിൽ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തതാണ്. വീട്ടിൽ ലഹരിയുടെ ഉപയോഗം മൂലം വലിയ ശല്യക്കാരനായ മകനെ പോലീസിൽ ഏൽപ്പിച്ച ഒരു അമ്മ. ആ അമ്മ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, നാളെ അവൻ എന്നെ കൊന്നേക്കാം, അവൻ്റെ സഹോദരിയെ കൊന്നേക്കാം. അവൻ്റെ സഹോദരി വിദേശത്താണ്, അവരവിടെ നേഴ്സാണ്. അവർ തിരികെ വരുന്നത് കാത്തിരിക്കുകയാണ് ഈ 26-കാരനായ മകൻ ആ സഹോദരിയെയും അമ്മയും സഹോദരിയുടെ മകനെയും കുഞ്ഞിനെയും ഒരുമിച്ച് കൊല്ലാൻ. അങ്ങനെ ഒരു മകൻ, ലഹരിക്കടിമയായ മകൻ്റെ കത്തിമുനയിൽ, പിച്ചാത്തിയുടെ മുനയിൽ ജീവിക്കേണ്ടി വന്ന ഒരു അമ്മ ഗതികെട്ടാണ് മകനെ പോലീസിൽ ഏൽപ്പിച്ചത്. അന്ന് ആ അമ്മ, മിനി എന്ന് പറയുന്ന എലത്തൂരിലെ അമ്മ പറഞ്ഞത്, അവൻ ജയിലിൽ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ സമാധാനിച്ചോളാം, അവൻ ഈ നാട്ടിലിറങ്ങിയാൽ അവൻ ഈ നാട്ടിൽ എന്നെ കൊല്ലേക്കാം, എത്രയോ പേരെ ഇല്ലാതാക്കിയേക്കാം, ഈ സമൂഹത്തിന് വലിയ വിപത്തായി മാറിയേക്കാം, അതുകൊണ്ട് അവനെ കണ്ണീരോടെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. വേറൊരമ്മ കൊച്ചി സ്വദേശിയാണ്, എറണാകുളം സ്വദേശിയാണ്. വാളയാറിൽ നിന്ന് പിടികൂടി. ആ അമ്മയെയും മകനെയും ഒരുമിച്ചാണ് പിടികൂടിയത്. രണ്ടുപേരും ലഹരിയുടെ വിൽപ്പനക്കാരാണ്, ലഹരിയുടെ കടത്തുകാരാണ്. ബംഗളൂരുവിൽ നിന്ന് മാരകമായ രാസലഹരികൾ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരമ്മയും മകനും. 48 വയസ്സുള്ള അശ്വതി എന്ന അമ്മയും ഒരു 22 വയസ്സുള്ള അവരുടെ മകനും. അവരുടെ ഒരു പക്ഷേ സാമൂഹിക സാഹചര്യങ്ങളാകാം അവരെ അങ്ങനെ ആക്കിയത്. പക്ഷേ അങ്ങനെ ഒരു അമ്മയും ഇലത്തൂരിൽ ലഹരിക്കടിമയായ മകനെ പോലീസിൽ ഏൽപ്പിച്ച മിനി എന്ന അമ്മയും നമ്മളുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ മലപ്പുറത്തുനിന്ന് വേറൊരു വാർത്ത വരുന്നു. ഒരു സിറിഞ്ച് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV ബാധിച്ചു എന്നത്. അവിടെ വലിയ പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പ് ഒരുങ്ങുകയാണ് ആ നാട്ടിൽ. അങ്ങനെ ഓരോ ദിവസവും, ഇന്നലെ വേറൊരു റിപ്പോർട്ട് നമ്മളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലഹരിക്ക് അടിമയായ ഒരു മകൻ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും അയാൾക്ക് MDMA വാങ്ങാൻ, രാസലഹരി വാങ്ങാൻ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പണം കിട്ടാതെ വന്നപ്പോൾ അയാൾ അവരെ അതിമാരകമായി ആക്രമിച്ചു. ഈ ബഹളം കേട്ട് നാട്ടുകാർ അയാളുടെ കൈയും കാലും പിടിച്ചു കെട്ടി പോലീസിൽ ഏൽപ്പിച്ചു.
അയാൾക്ക് ബോധം വന്ന ഏതോ ഒരു ഘട്ടത്തിൽ അയാൾ അവിടെ കൂടിയെന്ന് ജനങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ പെട്ടുപോയി, നിങ്ങൾ പെട്ടുപോകരുത്, അതുകൊണ്ട് ലഹരി എന്ന ഈ വിപത്ത് എനിക്കൊന്നും നൽകിയില്ല, എൻ്റെ ജീവിതം തകർത്തതേ ഉള്ളൂ എന്ന തിരിച്ചറിവ്, ലഹരിയുടെ ആ വലയിൽ നിന്ന് അയാൾ മോചിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. ആ സമയത്ത് ഏതോ സെക്കൻഡുകൾക്കുള്ളിൽ അയാൾക്ക് ബോധം വന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്. കഴിഞ്ഞ SSLC പരീക്ഷ അവസാനിച്ച ദിവസം പത്തനംതിട്ടയിലെ ഒരു സ്കൂളിലാണ് മദ്യവുമായി ലാസ്റ്റ് പരീക്ഷ എഴുതാൻ സ്കൂളിൽ വന്ന 4 കുട്ടികൾ. അവർക്ക് എങ്ങനെയാണ് മദ്യം വാങ്ങാൻ കഴിയുക? 15 വയസ്സ് പ്രായമുള്ളവർക്ക്. അപ്പോൾ മദ്യം അവർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട്, അത് സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട്. അവസാന ദിവസം പരീക്ഷ കഴിയുമ്പോൾ ആഘോഷിക്കാൻ മദ്യം കഴിച്ച് ആഘോഷിച്ച് ഗ്യാങ് കൂടി തല്ലുണ്ടാക്കി മടങ്ങാൻ വേണ്ടി വന്ന 4 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ട അധ്യാപകരാണ് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒട്ടും സന്തോഷം നൽകുന്ന വിവരങ്ങളല്ല, പകരം അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങളാണ്. നമ്മളുടെ ചുറ്റും ഇതൊന്നുമില്ല എന്ന് സമാധാനിച്ച്, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭയം വേണ്ട, ജാഗ്രത മതി എന്നൊക്കെ നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞതുപോലെയല്ല. നമ്മൾ കുറച്ചൊക്കെ ഭയക്കണം, നമ്മൾ കുറച്ചൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകണം, നമ്മൾ നിൽക്കുന്നത് അത്ര സേഫായ സോണിലല്ല എന്നത്. അപ്പോൾ ആ തിരിച്ചറിവാണ് ഇത്തരമൊരു യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നമ്മൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോൾ ഇത്രയും മാരകമായ തോതിൽ നമ്മുടെ ക്യാമ്പസുകളെയും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കൊച്ചു കുട്ടികളെയും ഈ ലഹരി സംഘങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. പക്ഷേ ഓരോ ജില്ല കടന്നു പോകുമ്പോഴും ഇത് അതിമാരകമാണ്, നമ്മളുടെ ചുറ്റുപാടുകളെ ബാധിച്ചിട്ടുണ്ട്. നമ്മളുടെ സായാഹ്നങ്ങൾ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിലെന്ത് വലിയ കാര്യം, ഇത് സ്വാഭാവികമായി നടക്കുന്നതല്ലേ എന്നവർ ചോദിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് ഒളിച്ചും പാത്തുമൊക്കെ ആളുകൾ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളുടെയൊക്കെ ചേട്ടന്മാർ ഒരു സിഗരറ്റ് പലരും മാറി മാറി വലിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂൾ അധ്യാപകർ കണ്ടാൽ അത് വലിയ കുഴപ്പമായതുകൊണ്ട് അവരത് പേടിച്ചാണ് വലിച്ചത്. പിന്നീട് സിഗരറ്റിന് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതിനൊരു മാന്യത ഏതോ ഘട്ടത്തിൽ കൈവന്നു. രക്ഷിതാക്കളുടെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കോചവും ഇല്ലാത്ത കുട്ടികളെ നമ്മൾ കണ്ടു. അതുപോലെ മദ്യപാനത്തിന് ഏതോ ഒരു ഘട്ടത്തിൽ മാന്യത കൈവന്നു. അപ്പോൾ സിനിമകളൊക്കെ ആയിരിക്കാം അതിന് കാരണമായത്. മദ്യപിക്കുന്നത് വലിയ കുഴപ്പമല്ല, ആഘോഷിക്കാൻ കുറച്ച് മദ്യം കഴിക്കാം എന്ന് പറയുന്ന ഒരു തലമുറ നമ്മൾ കണ്ടു. അങ്ങനെ സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും വലിയ കുഴപ്പമല്ല എന്ന് കരുതിയ, അതിനൊക്കെ മാന്യത കൈവന്ന ഒരു കാലഘട്ടം പോലെ ഈ രാസലഹരി ഉപയോഗിക്കുന്നതും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ നേരെ കാണുന്നത് അത്തരം കാഴ്ചകളാണ്. കാരണങ്ങൾ പലതുണ്ട്. നമ്മളുടെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, അച്ഛനും മക്കളും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഊഷ്മളമായ സ്നേഹബന്ധം ഇല്ലാത്തത് അതിനൊരു കാരണമാകാം. അവരുമായി ആശയവിനിമയം ഇല്ലാത്തത് അതിന് കാരണമാകാം. സ്കൂളിൽ അധ്യാപകർ വിദ്യാർത്ഥി ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ ഇതിന് കാരണമാകാം. അച്ഛനും അമ്മയും മക്കളും സുഹൃത്തുക്കളെ പോലെ കഴിയണം എന്ന് നമ്മൾ പലപ്പോഴും അവരുടെ ഇടയിൽ എല്ലാം തുറന്നു പറയാൻ, കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും എന്തും തുറന്നു പറയാൻ കഴിയുന്ന തരത്തിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത്. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് ഊഷ്മളമായ ബന്ധമില്ലാതായി പോയതിന് കാരണം ഈ പുതിയ തലമുറ മാത്രമല്ല, ആ തലമുറയ്ക്ക് മുന്നേ ഉണ്ടായ മാതാപിതാക്കൾക്ക് കൂടി അതിൽ പങ്കുണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണങ്ങൾ പലതാണ്. പക്ഷേ എന്ത് കാരണമാണെങ്കിലും പ്രതിവിധി എന്നത് അടിയന്തരമായി വേണ്ടതാണ്. വല്ലാതെ നമ്മൾ താമസം ഉണ്ടായിട്ടുണ്ട്. ഏറെ വൈകിയാണ് നമ്മൾ ഈ വിപത്തിനെതിരെ നമ്മുടെ പോരാട്ടം തുടങ്ങുന്നത്. വൈകിയെങ്കിലും അത് ഇനി നമുക്ക് അതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈമേയി മറന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ 14 ദിവസത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അറിയിക്കുക, അതിൽ ഒരു ജാഗ്രതയോടെ നമ്മളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ ജനങ്ങളോട് പറയുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, പോലീസും എക്സൈസും ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുക, അതൊക്കെയാണ് ഞങ്ങൾ ഈ യാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുതകുന്ന തരത്തിലുള്ള പ്രതികരണം ഭാഗ്യവശാൽ ഞങ്ങൾക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. എറണാകുളത്തെ പര്യടനത്തിലും അതാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വൈകുന്നേരം ഇവിടെ എത്തിയ എല്ലാ നല്ലവരോടും നന്ദി പറയുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സന്ദേശം ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കാൻ ഒരു വോളണ്ടിയേഴ്സ് എന്ന കണക്കെ എല്ലാവരും ഒരുമിച്ചുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ
പരിപാടിയിലേക്ക് ഔദ്യോഗികമായി കടക്കാമെന്ന് തോന്നുന്നു റീജിത്ത്. തീർച്ചയായും വിജയകുമാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തുകൊണ്ട് ഈ യാത്ര ഞങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് എസ് വിജയകുമാർ പങ്കുവച്ചത്. അത് 24-ൻ്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ യാത്രയ്ക്ക് കാരണമായി മാറുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ദിനംപ്രതി വാർത്തകൾ കാണുന്നവരാണ്, TV കാണുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്. അതിൽ നിങ്ങൾ കാണുന്ന വാർത്തകൾ അത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന, വലിയ അസ്വസ്ഥത നമുക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾക്കും ബോധ്യമുണ്ട്. ഞങ്ങളാണ് അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ആളുകൾ. ഓരോ സമയവും ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും അത് ഞങ്ങളിലുണ്ടാക്കുന്ന അസ്വസ്ഥത, ആശങ്ക, ഭയം, അതൊക്കെയാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പ്രേരകമായി മാറിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ യാത്രയുടെ ഭാഗമായി ഇവിടെ നിൽക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ആ ഘടകങ്ങൾ തന്നെയാണ്. സമീപകാലത്ത് വന്ന എത്രയോ വാർത്തകൾ എസ് വിജയകുമാർ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി. അതിലെന്നെയും വല്ലാതെ സ്വാധീനിച്ച ചില വാർത്തകളുണ്ട്. അത് ഒന്ന് നേരത്തെ എസ് വിജയകുമാർ ചൂണ്ടിക്കാട്ടിയ എലത്തൂരിൽ നിന്നുള്ള സംഭവമാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഒരിക്കലും ഒരമ്മ തൻ്റെ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കില്ല. അത് അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ആ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ അമ്മ തൻ്റെ മകൻ രക്ഷപ്പെടണം എന്ന ബോധത്തിൽ നിന്ന് ഇനിയും അവൻ കൈവിട്ടു പോകും. കാരണം അവനോട് സംസാരിക്കുമ്പോൾ അവൻ ലഹരിക്കടിമയാണ്, അവൻ തൻ്റെ റൂമിൽ അടച്ചിരിക്കുകയാണ്. അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ സഹോദരി വരാനുണ്ട്, അടുത്ത മാസം വരാനുണ്ട്, ആ സമയത്ത് ഞാൻ ഈ കൊലപാതകങ്ങൾ നടപ്പിലാക്കും, എല്ലാവരെയും കൊന്ന് ഞാനും ജയിലിലേക്ക് പോകും എന്നൊക്കെ. അങ്ങനെ ഇതൊരു 1-2 സംസാരമല്ല, ഇത് തുടർച്ചയായി ആ മകനിങ്ങനെ കരുതിക്കൂട്ടി അത് മനസ്സിലുറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ പിന്നീട് ആ അമ്മയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അത് വളരെ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. അവർ പോലീസിനെ അറിയിക്കുന്നു, പോലീസ് വരുന്നു, നാട്ടുകാരിടപെടുന്നു, ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റുന്നു. ഉറപ്പായും ഒരമ്മ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ സമീപിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായ ആ സംഭവം മാറി. അത് മാത്രമല്ല എത്രയോ സംഭവങ്ങൾ അത് നമ്മുടെ വീട്ടിൽ കുടുംബബന്ധം എന്നൊക്കെ വളരെ നൈർമല്യത്തോടു കൂടി, വളരെ സൗന്ദര്യത്തോടു കൂടി നമ്മൾ കാണുന്ന, അതിനൊന്നും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ ചവിട്ടിക്കൊല്ലുന്നു. ഇതിനൊക്കെ പിന്നിലുള്ള ഫാക്ടർ എന്താണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഉറപ്പായും നിങ്ങൾക്കൊരു ലഹരിയുടെ സാന്നിധ്യം അതിൽ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് പലതരത്തിലുള്ള ലഹരികളാണ്. അതൊന്നുകിൽ മദ്യമായിരിക്കാം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള അതിനേക്കാൾ വീര്യം കൂടിയ ലഹരികളായിരിക്കാം. ഇപ്പോൾ പലതരത്തിലുള്ള അതിൻ്റെ വളരെ കുറച്ച് പേരുകൾ മാത്രമേ നമുക്കറിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോൾ ഈ Okay. Thank you. സന്തോഷം. Okay.
അപ്പോൾ നമ്മൾ എസ്കേൻ വന്നപ്പോൾ നമ്മുടെ സംസാരം നിർത്തിയതാണ്. എസ്കേൻ ഹലോ വന്നു ഹലോ അധിക നേരം റീത്ത് എവിടെ നിർത്തിയത്? ഞാൻ എന്തുകൊണ്ട് നമ്മൾ ഈ യാത്ര നടത്തുന്നു എന്നുള്ളതും ഇനി നമുക്ക് ഒറ്റക്കെട്ടായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും പരിശോധിക്കുകയായിരുന്നു. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള വാർത്തകൾ, സംഭവവികാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നും എസ്കേൻ അത് മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന ഒരു വേളയായതുകൊണ്ട് ആ സാഹചര്യത്തെ നമ്മളതിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളതുമാണ് ശരിക്കും സംഭവിച്ചത്. ഇനി നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ ഒരിക്കലും നമ്മുടെ പോലീസിന് മാത്രമോ എക്സൈസിന് മാത്രമോ ഈ സംവിധാനത്തെ പിടിച്ചു കെട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ ഓരോരുത്തർക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക, നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുക എന്നുള്ളതിൻ്റെ ഭാഗമായി ആണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. നിങ്ങളോട് ഇനി എസ്കേൻ സംസാരിക്കും. എസ്കേനിലേക്ക്. അല്ല, അതിനു മുമ്പ് ഇവിടെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു ലേഡി ഇവിടെ ഇരിപ്പുണ്ട്. വരൂ. അപ്പൊ എന്തായിരുന്നു പോരാട്ടം? വീടിൻ്റെ അടുത്ത് ശരിക്കും ലഹരിക്കെതിരെ നന്നായിട്ട് പോരാടി. പോലീസിനും എക്സൈസിനും ഞാൻ എന്നെ കൊണ്ടാവുന്നത്ര വീഡിയോയും ഫോട്ടോസും ഞാൻ എടുത്തു കൊടുത്ത്. പക്ഷെ അവരെന്നെ ചതിച്ചു. അവർ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അവരെൻ്റെ മുമ്പ് പുറകെ വന്നു, എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. അയ്യോ, എവിടെയാ സ്ഥലം? കുട്ടമശ്ശേരി. താങ്കളുടെ പേര്? ബിന്ദു ലാലു. എന്താ പണി? ഇത് തന്നെ പണി? ഹൗസ് വൈഫ്. ഇത് തന്നെ പണി. അവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്, MES കോളേജ്. പിള്ളേർ ഇതൊക്കെ വരുമ്പോൾ ഇവർ സാധനം കൈമാറാനും പോണതൊക്കെ എനിക്ക് മനസ്സിലാവും. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? ശരി, MDMA ഒക്കെ പിടിച്ചതാ സാറേ. അവിടെ എല്ലാം പിടിച്ച 6 മാസം ഒരാള് അകത്ത് കിടന്ന്, ഒരാളെ 1 മാസം അകത്ത് കിടന്ന്. ഇപ്പൊ ഒരാളെ പിടിച്ച ആള് ഇപ്പൊ അകത്ത് കിടക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ശാരീരിക ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായോ? അടിച്ചു എന്നെ, കന്നാസിനെ അടിച്ചു. ഞാൻ അവിടെ വീണ് നേരെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞു. അടിച്ചു വീഴ്ത്തി. വീഡിയോ സഹിതമുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചേച്ചി ഈ വിഷയം പറഞ്ഞതിന് പിന്നാലെ നമ്മൾ CM-ന് കൊടുക്കുന്ന റിപ്പോർട്ടിലേക്ക് അത് ഉൾപ്പെടുത്താൻ വേണ്ടി അതിന്റെ വിവരങ്ങൾ റിസർച്ച് മാറിയിട്ടുണ്ട്. പുള്ളിക്കാരനോട് പറയണം വിശദമായിട്ട്. കുറെ നാളായോ നടന്നിട്ട്? ഇപ്പൊ എന്റെ ഈ കേസ് ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. 2 വർഷമായി. ഞാൻ കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കാൻ ഇവര് പേപ്പറുകൾ വരെ മാറ്റി വെച്ച്. ഞാൻ കോടതിയിൽ പോയി, എറണാകുളം കോടതിയിൽ നേരിട്ട് പോയി ജഡ്ജിനെ കണ്ട് എനിക്ക് മൊഴി തരാനുണ്ടെന്ന് പറഞ്ഞ് ജഡ്ജ് എന്നെ കയറ്റി നിർത്തി സംസാരിച്ച് ജാമ്യം കൊടുത്തില്ല. അവന്, എന്നെ അടിച്ചവന് 4 പ്രാവശ്യം ഞാൻ കോടതിയിൽ പോയി. ആദ്യമായിട്ട് ഞാൻ കോടതി കയറുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പെൻഡ്രൈവിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇവൻ എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇത് പിന്നെ എന്നെ തല്ലൂന്നുള്ള പ്രതീക്ഷ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മളിത് നമ്മുടെ ബ്യൂറോയിൽ അത് ആ വിവരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഏരിയ മൊത്തം പ്രശ്നമാണ്. അതെ, കുട്ടമശ്ശേരി, മനക്കക്കാട് ആ ഭാഗമാണ്. പോലീസുകാരും എക്സൈസുകാരും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ വീഡിയോ വരെ പിടിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിക്കണേ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാം. ഞാൻ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്തു. കാരണം ഓരോ വീടിന് അത്താണി അവൻ്റെ മക്കളാണ്, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരാരും ചിന്തിക്കുന്നില്ല. അവിടെ നമ്മളുടെ കൊച്ചി ന്യൂസ് ബ്യൂറോ അവിടെ ഒരു ഇടപെടൽ നടത്തും ആ മേഖലയിൽ. അവരുടെ ഒരു അന്വേഷണം ഉറപ്പായും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. പോലീസിനെ നമുക്ക് അവിടെ എത്തിക്കാം. ഓക്കെ, താങ്ക് യു സാർ. അറിയോ വീട്ടിൽ കള്ളം വെക്കേണ്ടത്? അതിനെതിരെ ഞാനൊന്നും പറയാൻ ആളല്ല. പക്ഷെ ഇത് ലഹരി വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വരുന്ന തലമുറ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെ എന്നെ കൊണ്ട് പോരാടാൻ പറ്റുന്നവരെ ഞാൻ പോരാടും. അടിയല്ല, ഇനി കൊല്ലുന്നല്ല, ഒരു പ്രാവശ്യം മരണമുള്ളൂ. എനിക്ക് 2 ആൺകുട്ടികളാണ്. എന്തായാലും ധീരമായി പോരാടിയ ഒരാളിന് നമ്മുടെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്കല്ല, അത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കാണ് എന്ന് കരുതി നമ്മൾ ആരും ഈ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ സമീപകാലത്ത് എക്സൈസ് എടുത്ത അല്ലെങ്കിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ, അതിപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് ആയിക്കോട്ടെ, കേരള ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഭാഗമായൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ഇവിടെ ലഹരി ഉപയോഗം കൂടുന്നതായി നമ്മൾ വ്യാഖ്യാനിക്കാതെ അതിൽ കർശനമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന വ്യാഖ്യാനത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടൊരു സഹായം നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രാദേശിക തലത്തിൽ ഉണ്ടാവുകയും വേണം. നേരത്തെ ഞങ്ങളൊരു ജനപ്രതിനിധിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ നാട്ടിലെയും സാഹചര്യം എന്താണെന്ന്, ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലെ റൂറൽ മേഖലയിലുള്ള സാഹചര്യം എന്താണെന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാവുന്നതിനേക്കാൾ ഏറ്റവും നന്നായി അറിയാവുന്നത് ആ നാട്ടിലുള്ള ആളുകൾക്കാണ്, ആ നാട്ടിലെ ആളുകൾക്കിടയിൽ ഇടപെടുന്ന ആളുകൾക്കിടയിലാണ്. അത് ഒരുപക്ഷെ ജനപ്രതിനിധികളായിരിക്കാം, നാട്ടുകാരായിരിക്കാം. അവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വിവരം
അധികൃതരെ അറിയിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും ഉണ്ടാവരുത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ മകനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കാം. അവിടെയാണ് ഞാൻ നേരത്തെ എലത്തൂരിൽ നിങ്ങളോട് പറഞ്ഞ ആ അമ്മയുടെ സമീപനം പ്രസക്തമായി മാറുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു വലിയ വിപത്തിനെ എതിർത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അറിയത് നമ്മുടെ ജോസ് മാവേലി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വാക്ക് ശരി ജോസ് മാവേലി. പ്രിയപ്പെട്ട SK എന്ന് പറയുന്ന ശ്രീകണ്ഠൻ സാറ് നമ്മുടെ എല്ലാവരും ചങ്കായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളിലും കൊച്ചു കുട്ടികളടക്കം തന്നെ എല്ലാ സ്കൂളുകളിലും പരസ്പരം വഴക്കിട്ട് അടി ഉണ്ടാക്കുകയാണ്, കൂട്ടത്തല്ലുണ്ടാക്കുകയാണ്. അപ്പോൾ SKയുടെ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, SKയുടെ ഈ മൂവ്മെൻറ്റ് വളരെ എന്താ പറയുക, അരുത് അക്രമം, അരുത് ലഹരി, ഈ വലിയൊരു മൂവ്മെൻറ്റാണ്. അതിന് പിന്നിലെ ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുന്നത്, അധ്യാപകരെല്ലാവരും ഇപ്പോൾ നോക്കുകുത്തികളായിരിക്കുകയാണ്. ഇന്ന് സ്കൂൾ തലങ്ങളിൽ അധ്യാപകർക്ക് റോളില്ല, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മുഖ്യ കാരണം പറയുന്നത്, അവിടെ എല്ലാം കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകളുണ്ട്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകം പറയുന്നതല്ല കേട്ടോ, എല്ലാ പാർട്ടികളുടെയും യൂണിയനുകൾ അവിടെ നിന്നിരിക്കണം. അപ്പോൾ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ രാഷ്ട്രീയ സംഘങ്ങൾ വരുന്നു. അതുകൊണ്ട് അധ്യാപകർക്ക് പേടിയായി. അധ്യാപകർ കുട്ടികൾ വഴക്ക് പറയുമ്പോൾ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നു, അവരെ തല്ലുന്നു, അങ്ങനെ തല്ല് നടത്തുന്നു. പിന്നീട് ഇപ്പോൾ എന്തായി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കാണ്. അപ്പോൾ വലിയൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് SKയുടെ ഈ വലിയ മൂവ്മെൻറ്റിന് ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണ പിന്തുണ നൽകുന്നു. ജനസേവ ശിശുഭവൻ്റെയും പൂർണ്ണ പിന്തുണ നൽകുന്നു. താങ്ക് യു. 2 വാക്ക് സംസാരിക്കുന്നതിനായി ആലുവ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. വലിയൊരു സംരംഭത്തിനാണ് ശ്രീകണ്ഠൻ നായർ തുടക്കം കുറിച്ചിരിക്കുന്നത്. മദ്യത്തിനും ആക്രമണത്തിനും മയക്കുമരുന്നിനുമൊക്കെ എതിരായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റ് ശ്രീനാരായണ ഗുരുവും മഹാത്മജിയും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ 100-ാം വാർഷികം നമ്മളിപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. ഈ 2 മഹാത്മാക്കളും അവരുടെ പ്രവർത്തനങ്ങളിൽ മദ്യവർജനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ മദ്യവർജനം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ അരുത് 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 എന്ന് 3 പ്രാവശ്യം തറപ്പിച്ച് പറഞ്ഞ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നും. മറ്റൊന്ന്, മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുമായിരുന്നു. അപ്പോൾ ഈ 2 മഹാത്മാക്കളും ഒരേപോലെ മദ്യത്തിനെതിരായി നമുക്ക് പ്രബോധനം നൽകി 100 കൊല്ലങ്ങൾക്ക് മുൻപ്. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എത്രയോ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ നടത്തുന്ന ഈ ഒരു സംരംഭത്തിന് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെയും ശിവഗിരി മഠത്തിൻ്റെയും എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സ്വാമിജി. താങ്ക് യു. ശിവഗിരിയിൽ പോയിരുന്നു, അതെ നമ്മളവിടെ പോയിരുന്നു, വർക്കല ശിവഗിരിയിൽ പോയിരുന്നു, അവിടെ സന്യാസിമാരെയൊക്കെ കണ്ടിരുന്നു. ഇവിടെ ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകൻ സാബു പരിയാരത്ത്, അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കണം. ശ്രീ സാബു. നമസ്കാരം. നമ്മൾ എല്ലാവരും ചുരുക്കപ്പേര് വിളിക്കുന്ന SK എന്ന ശ്രീകണ്ഠൻ നായർ ഇന്ന് കേരളത്തിലെ ഹീറോയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം നിസ്സാര സംഭവമല്ല. ഇന്ന് കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി രാസലഹരി മാഫിയകൾക്ക് ഒരു കനത്ത താക്കീതായിക്കൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ ഇന്നിവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരമൊരു ജനകീയ വിഷയം എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് സമൂഹ വിപത്തിനെ തടയുവാൻ ഇന്ന് ഒരു പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ 60ഓളം സംഘടനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ കൂട്ടായ്മ ആലുവയിൽ രൂപം കൊണ്ടിരിക്കുകയാണ്. ഈ റംസാൻ മാസം ആയതുകൊണ്ട് മാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച്
ചുരുക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ, പെരുന്നാൾ കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ കൂടെ ഉണ്ടാവും. SKയുടെ ഒപ്പം ലഹരി വിരുദ്ധ കൂട്ടായ്മയും പൗരാവകാശ സംരക്ഷണ സമിതിയും ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇത് ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം പറയാനുണ്ട്. കാരണം ആലുവയുടെ വിവിധ കേന്ദ്രങ്ങൾ ഞങ്ങളെ ബോധവൽക്കരണ ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് 1,00,000 ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രി നവകേരള യാത്രയിൽ സമർപ്പിച്ചിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഉൽപ്പാദനവും വിതരണവും തടയണം. പുതിയ നിയമനിർമ്മാണം നമുക്ക് നിലവിൽ നിയമമുണ്ട്, പക്ഷേ ആ നിയമം കൂടുതൽ ശക്തമാക്കണം, പുതിയ നിയമനിർമ്മാണം രൂപപ്പെടുത്തണം. ഇതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസും എക്സൈസും ജനപ്രതിനിധികളും ജനസംഘടനകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ക്വാഡെല്ലാം രൂപീകരിച്ച് വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും പൊതുസ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് റെസിഡന്റ് അസോസിയേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. പോലീസിന് കഴിയാവുന്ന പോലീസ്, എക്സൈസിന് കഴിയാവുന്ന എക്സൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ വിതരണക്കാരെയും ഉൽപ്പാദകരെയും തടയാൻ കഴിയുള്ളൂ, സാമൂഹ്യ വിപത്ത് തടയാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി SK പുറപ്പെട്ടിട്ടുള്ള ഈ ദൗത്യം വിജയകരമാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി. നമ്മുടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ അന്വേഷിച്ചു പറയണം. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, 14 ദിവസമായി ഈ യാത്ര തുടങ്ങിയിട്ട്. തൊണ്ടയൊക്കെ അടച്ചു തുടങ്ങി, ശബ്ദമൊക്കെ പോയി തുടങ്ങി. MLA വന്നു, നമുക്ക് പ്രിയങ്കരനായ അൻവർ സാദത്ത് MLA. അപ്പോൾ MLA 2 വാക്ക് പറയട്ടെ. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. ഒന്ന്, ബഹുമാനായ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങിയെന്ന് 40 വർഷം തികഞ്ഞേക്കാണ് അല്ലേ? 24-ൽ വന്ന് നിൽക്കുമ്പോൾ തികച്ചിരിക്കുകയാണ്. ഞാനൊക്കെ ശരിക്കും ഏഷ്യാനെറ്റിൽ വന്നപ്പോഴാണ് നമ്മളൊക്കെ കൂടുതൽ കാണാനും അറിയാനും തുടങ്ങിയത്. പക്ഷേ വേറൊരു ചരിത്രം, ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങി. എന്തായാലും അദ്ദേഹത്തിൻ്റെ 40 വർഷം തികയുമ്പോൾ നല്ലൊരു മുദ്രാവാക്യം ഏറ്റെടുത്തിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ പോകുന്നത് അല്ലേ? ലഹരിക്കെതിരെ പോരാട്ടമാണ്. അപ്പോൾ ആ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാവണം, പ്രത്യേകിച്ച് നമുക്ക് ആലുവക്കാർക്ക് എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ മാധ്യമരംഗത്തെ പ്രവർത്തനം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നിലപാടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാലടിയിലൊരു പരിപാടിയിൽ സംഘടിച്ചപ്പോൾ ഈ റേറ്റിങ്ങിന് വേണ്ടി ചില ചാനലുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം അതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്ത കാര്യം പറഞ്ഞു. കാരണം വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കാതെ ജനുവിനായ വാർത്ത വിടണം. അതൊക്കെ ചില മത്സരത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. പക്ഷേ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ ഇടയ്ക്ക് വെച്ച് തുടരുന്നുണ്ട്, പക്ഷേ ആ സമയത്തൊരു തടസ്സം വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്തായാലും അദ്ദേഹത്തിൻ്റെ മാധ്യമ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒത്തിരി പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ആ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുമൊക്കെ ഒരു മാതൃകയാക്കിയെടുക്കാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. എന്തായാലും ഇവിടെ ഒത്തിരി ആലുവയിലെ സ്വാമി അടക്കമുള്ള ആളെല്ലാവരും വന്നിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാട്ടം അത് ഇന്ന് നാട് ആഗ്രഹിക്കുന്നൊരു കാര്യം. കാരണം കഴിഞ്ഞ നിയമസഭയുടെ അകത്തും പുറത്തുമൊക്കെ ഞങ്ങൾ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ സഭയിൽ തന്നെ ഈ കൂടിയ സഭയിൽ തന്നെ ഞാൻ പല സബ്മിഷനുകളൊക്കെ ഞാനൊരു ശ്രദ്ധ ക്ഷണിയിൽ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഞാൻ വിദ്യാഭ്യാസം എന്ന് ഇവിടുത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഉൾപ്പെടുത്തി, പക്ഷേ വിശദമായി തന്നെ ഉൾപ്പെടുത്തണം. ഇതുകൂടാതെ ഒരു സജഷൻ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞത് 5 മിനിറ്റെങ്കിലും കുട്ടികൾക്ക് പ്രായോഗികമായ വിദ്യാഭ്യാസം, ഒരു ക്ലാസ്സിൽ ഒരു പീരീഡിൽ 5 മിനിറ്റ് അധ്യാപകർ പ്രായോഗികമായ വിദ്യാഭ്യാസം കുട്ടികൾ കൊടുക്കണം. അത് പ്രായോഗികം എന്ന് വെച്ചാൽ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ പല രീതിയിലും കുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗെയിം കളി, ഇതൊക്കെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ക്ലാസ്സിൽ ഒരു പീരീഡിൽ 5 മിനിറ്റ് പ്രായോഗികമായി വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ ആഴ്ചയിലോ മാസത്തിലോ ഒരു പീരീഡ് ഇതിനുവേണ്ടി മാറ്റിവെക്കുക. ഇതൊക്കെ കുട്ടികൾ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ കൂടുതൽ വിദ്യാഭ്യാസ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർ
ഇൻട്രാക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ അധ്യാപകരുമായാണ് അവരെപ്പോഴും കൂടുതൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ മനസ്സിൽ അത് ഉൾക്കൊള്ളുകയും അത് ഒരുപക്ഷെ അനുസരിക്കാനുള്ള സാഹചര്യമുള്ളതാണ് അത് പറഞ്ഞത്. സിലബസിൽ വെച്ചെല്ലുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പീരീഡ് ഇതിനുണ്ട് ഗവൺമെൻറ് വെച്ചെല്ലുകൾ, ചില അധ്യാപകർ അവരുടെ സിലബസ് പഠിച്ച് പാഠപുസ്തകം മടക്കി വെച്ച് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യം. അതോടൊപ്പം ഞാൻ പറഞ്ഞത് എക്സൈസ് വകുപ്പ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തോട് നേരിട്ട് പറഞ്ഞു, ഇത് എക്സൈസ് വകുപ്പ് അല്ല ഇത് ക്യാമ്പയിൻ ഏറ്റെടുക്കുക. എക്സൈസ് വകുപ്പ് ചെയ്യേണ്ടത് ഈ ലഹരി വേട്ട അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് നടത്തി ആ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് വേണ്ടത്. അവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കേണ്ടത് വേണി യുവജന ക്ഷേമ വകുപ്പോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പോ അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പോ അതിന് ഇത് കൈമാറിക്കൊണ്ട് അവർ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കണം. കാരണം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സമയത്ത് ഈ ജോലികൾ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ മാത്രം കേന്ദ്രീകരിക്കും. അതിൽ കൂടി പിടിപ്പത് പണിയുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ അവരുടെ എണ്ണം കൂട്ടണം, അവരുടെ സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടണം, അതൊരു ഏറ്റവും അനിവാര്യം തന്നെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇതിന് വേണ്ടത് ക്ലാസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ചില നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലും പഴയ തലമുറയിലേക്കും അവരുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ സത്യം പറഞ്ഞ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളെ കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല, ഇപ്പം ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് കൺവേ ചെയ്യാൻ പറ്റും ജനങ്ങളുമായും പുതിയ തലമുറയും പഴയ തലമുറയും. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടത്തും ഗവൺമെൻറ്റിനോടും പറഞ്ഞു, ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന, അവരെയും കൊണ്ട് ക്ലാസ് എടുക്കുകയും അവർക്ക് ഈ പറഞ്ഞ സ്പോർട്സ് വകുപ്പ് ഈ വകുപ്പുകളിലേക്ക് അവരെ താൽക്കാലികമായി ചിലപ്പോൾ ഫ്രീ ആയിട്ട് വന്ന്, ഞാൻ പറഞ്ഞ എക്സൈസ് വകുപ്പിൽ ഒത്തിരി ലാഭം കിട്ടുന്നത് കാശ്, ആ കാശ് ഇതിലേക്ക് കുറച്ച് മാറ്റി ഈ വകുപ്പിലെ ഈ പ്രചരണത്തിനൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സജഷൻ. അപ്പോൾ എന്തായാലും ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം നിന്നൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, സർക്കാരിനോട് പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, സർവ്വസന്നാഹവുമായി രംഗത്തേക്ക് ഇറങ്ങണം സർക്കാർ ഇതിനെ നേരിടാൻ. ഇപ്പോൾ കുറേ നാൾ ഞാൻ ഇതിൻ്റെ അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധിച്ച് ഞാൻ സംസാരിച്ച ആളാണ്. അപ്പോൾ അന്ന് ഒരാഴ്ചത്തെ ഇതെടുത്തപ്പോൾ എത്രയോ കേസുകൾ പിടിച്ചു. ഞാൻ പറഞ്ഞ ഇത് ഒരു വാർത്ത വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ മാത്രം നിൽക്കാതെ ഇതിന് വളരെ നല്ല രീതിയിൽ തന്നെ ഫുൾ സന്നാഹവുമായി സർക്കാർ ഇറങ്ങിയാൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പണ്ട് രമേശ് ചെന്നിത്തല കുബേര എന്ന് പറഞ്ഞൊരു ഈ പലിശക്കാരെ പിടിക്കാറിയ അത് പാടെ തീർന്നു പോയില്ലേ, ഇപ്പോഴുണ്ട് ഇല്ല, ഒട്ടുമില്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ, അന്ന് അതിനൊക്കെ നിയന്ത്രിക്കാനും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഫുൾ എൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ സർവ്വസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ രംഗത്തിറങ്ങിയാൽ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് പോലെ അത് ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവച്ചു. കാരണം പഴയ തലമുറയെ കാർന്നു നിന്നു, പുതിയ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏതായാലും 24 ചാനൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനായ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന് 40 വർഷം തികയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷം പറയുന്നു. ഇനിയും ഈ മാധ്യമരംഗത്ത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. താങ്ക് യു ശ്രീ അൻവർ സാദത്ത് MLA. അപ്പം ശബ്ദമൊക്കെ പോയി, കുഴപ്പമില്ല. എനിക്കൊന്നും ഇത് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ്, നമുക്ക് പറ്റത്തില്ല കേട്ടോ. കാര്യം ഈ കേരള പര്യടനം യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് സ്ഥിരം പരിപാടിയാണ്. നമ്മളെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. കാരണം ഇത് എന്നാ പാടാന്നറിയോ, ഇപ്പം 39 ഡിഗ്രി ചൂടാണ് പലയിടത്തും. ഇവർക്കൊന്നും വെയിലുണ്ടാ പ്രശ്നമില്ല. താങ്ക് യു, യു ആർ ഗ്രേറ്റ് പീപ്പിൾ. ഓക്കെ, താങ്ക് യു ശ്രീ അൻവർ സാദത്ത് MLA. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ 14 ദിവസം പിന്നിട്ട് ഒരു യാത്രയാണ് ഇപ്പോൾ ആലുവയിൽ എത്തി നിൽക്കുന്നത്. നമ്മൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഇത് പര്യടനത്തിൻ്റെ സീസണല്ല, അതിന് പറ്റിയ സമയമല്ല. ഇപ്പം വല്ലാത്ത ചൂടാണ്. പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ചൂട് 39 ഡിഗ്രി സെൽഷ്യസാണ്. നട്ടുച്ചയ്ക്കാണ് അവിടെ നിന്ന് പ്രസംഗം നടത്തിയത് നമ്മൾ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായത്, തിരുവനന്തപുരവും കൊല്ലവും വിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഇടുക്കിയിലേക്കും ഒക്കെ കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പോലും മുക്തമല്ല രാസലഹരിയിൽ നിന്ന്. കാര്യം അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ MDMA എന്ന് കേട്ടാൽ തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു.
നമ്മൾ ശരിക്കും ഒരുപാട് വൈകിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്കിതൊരു ആശയ സംഘടനത്തിൻ്റെ വേദിയാക്കി മാറ്റി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ തന്നെ തകർന്നു പോകും. ഇന്ന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു 10-75 വയസ്സായുള്ള ഒരു അമ്മ തലയിൽ കൈവച്ച് പറയുകയാണ്, പേടിയില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ എന്ന് പറയുകയാണ്. നമ്മൾ ഈ ലോകത്തോട് മുഴുവൻ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളറിയേണ്ട ഒരു കാര്യം, ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നും നമുക്കിതിന് കാരണമേ ആകാൻ പാടില്ല. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഈ രാസലഹരിയുടെ സ്വാധീനം വളരെ വളരെ കൂടിയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, ഞങ്ങൾ ഈ കൊച്ചിയിലെ തന്നെ ഒരു ആശുപത്രിയിൽ ഇന്നലെ ഒരു ഇതിനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റ് പറയുമായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഡി അഡിക്ഷനൊക്കെ ഇങ്ങനെ ഈ രോഗം ബാധിച്ച ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് 10-17 MDMA അവിടെ ചികിത്സിച്ചുകൊണ്ട് കിടക്കുക. നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല. നമ്മളറിയേണ്ട ഒരു കാര്യം, ഈ MDMA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാസലഹരി, കൊക്കൈൻ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്തിനോടാണ് നമ്മൾ അവരെ താമ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനോരോഗം ബാധിച്ച ഒരാളിനേക്കാൾ വളരെ മോശമാണ് ഇവരുടെ നില. മനോരോഗി എന്താ ചെയ്യുന്നത്? അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയാളുടെ ബോധം നശിച്ച ആളാണ്. അയാൾക്ക് മരുന്നൊക്കെ കഴിച്ചതിൻ്റെ തീവ്രത നമ്മൾ കുറച്ച് നിർത്തുകയാണ് പതിവ്. സാധാരണ ഈ MDMA പോലെയുള്ള ഈ കൊക്കൈൻ, ഇങ്ങനെയൊക്കെയുള്ള ബ്രൗൺ ഷുഗറും ഏറ്റവും അതിൻ്റെ ലേറ്റസ്റ്റ് രാസലഹരി വെർഷനാണ് ഈ MDMA എന്ന് പറയുന്നത്. ആ സാധനത്തിൻ്റെ തരി, ആ സാധനം ഒരു 7-8 തവണ കഴിക്കുന്ന ഒരാൾ, അവൻ്റെ ഷേപ്പ് തെറ്റും, ആരോഗ്യം പോകും, അവൻ്റെ ബോഡിയൊക്കെ വല്ലാത്ത രീതിയിലാകും, കുഴമറിഞ്ഞ് ആകെ തെറ്റി ആളുകളെ ആരെയൊക്കെയോ ഭയക്കുന്നത് പോലെ കണ്ണുകളൊക്കെ ഉന്തി കോലം കെട്ട് അകാലത്തിലെ 15 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, MLA മനസ്സിലായി കാണും. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം 600 കേസെടുത്തു, ഏതാണ്ട് 600ഓളം കേസെടുത്തിട്ടുണ്ട്. അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതിൽ 10-17% പെൺകുട്ടികളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുമൊക്കെ തന്നെ ഇങ്ങനെയുള്ള രാസലഹരിക്ക് അടിമയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് കൺമുന്നിൽ നിൽക്കുന്ന അമ്മയെ മനസ്സിലാകില്ല, സഹോദരിയെ മനസ്സിലാകില്ല, അച്ഛനാണോ നിൽക്കുന്ന അറിയില്ല. അത് കാരണം കത്തി കൈ കിട്ടിയ പള്ളയ്ക്ക് കുത്തി കയറ്റും എന്നുള്ളതാണ്. അത് ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് കിട്ടും, ചിലപ്പോൾ അച്ഛന് കിട്ടും. അപ്പം നമ്മുടെ ഈയിടെ ചില അമ്മമാരൊക്കെ നമ്മോട് പറയുന്നത്, ഈ മകൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കാൻ തന്നെ പേടിയാണ്. വല്ലാത്തൊരാളല്ല, കാരണം കൊലക്കത്തിയുമായിട്ട് മകൻ വീട്ടിൽ കയറി വരുമോ എന്ന പേടി, അതുപോലെ അമ്മയായിട്ട് അവൻ കാണുമോ എന്ന ഭയം. ഇതൊക്കെ കേരളത്തിലുള്ള പ്രശ്നമാണ്. അതുപോലെ ചെറിയ കുട്ടികൾ പോലും ഈ ക്ലാസ് മുറികൾ, UP ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്, ആ ക്ലാസ്സിൽ സാരി ഉടുത്ത് നിൽക്കാൻ ടീച്ചറിന് പറ്റുന്നില്ല. വൃത്തികെട്ട കമൻറ്റുകൾ പറയുക കുട്ടികൾ. UP സ്കൂളിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ എത്രയോ ക്ലാസ്സുകളിൽ ടീച്ചർമാരെ കണ്ടതാണ്. ഏതെങ്കിലും ടീച്ചറിനെ കുറിച്ച് നമ്മളങ്ങനെ ധരിച്ചിട്ടുണ്ടോ? സാരി ഉടുക്കാൻ തീരുമാനിച്ച ടീച്ചർ UP സ്കൂളിലേക്ക് ചുരിദാർ ഇട്ട് പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് കാലം മാറുകയാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. നമുക്കിപ്പോൾ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൈവിട്ടു പോകും. ഇപ്പം തന്നെ നമുക്ക് കുറേ ലേറ്റായിപ്പോയി. ഇനി നമ്മൾ താമസിക്കാൻ പാടില്ല. ഞാൻ ഈ 40 കൊല്ലം പിന്നിട്ടൊന്നും ജീവിതത്തിലെ വലിയ ആഘോഷമാക്കി മാറ്റാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നമ്മളൊരു കരിയർ തിരഞ്ഞെടുത്തു. ആ കരിയറിലൂടെ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ 40 കൊല്ലങ്ങൾ താണ്ടി. നമ്മുടെ ശ്രീ അൻവർ സാദത്ത് MLA ചിലപ്പോൾ പൊതുരംഗത്ത് എത്രയോ വർഷം നിൽക്കും എന്ന് പറയുന്ന പോലെ കുറേ കൊല്ലങ്ങൾ പോയി. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തൃശ്ശൂർ കേരള കോളേജിൽ മാഷായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ അവസരം കിട്ടി. അതിലൊരാളാണ് നമ്മുടെ K. രാധാകൃഷ്ണൻ MP. രാധാകൃഷ്ണനൊക്കെ എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാര്യം കേരള കോളേജിൽ നിന്ന് അവർ പഠിച്ച ചില മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ അവർ നിലനിർത്തുന്നുണ്ട്. ഞാൻ കുറേ ഈ അടുത്ത ഇടയ്ക്ക് കേരള കോളേജിൽ പോയപ്പോൾ നമ്മുടെ സുൽകുമാറൊക്കെ എൻ്റെ വിദ്യാർത്ഥിയാണ്. ശരിക്കും ഈ അഴിമതിയൊക്കെ കാണിക്കാതെ ജീവിതത്തിൽ പൊതുപ്രവർത്തനം നടന്നവരെ ചൂണ്ടിയാൻ പറഞ്ഞു. ഇവർ അഴിമതി കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇവരല്ല, ഈ കേരള കോളേജ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്കാരമാണ് എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് കാലമേ ഞാനവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പോയി. പല പോസ്റ്റുകളിൽ അവിടെ പല ആകാശവാണി നിലയങ്ങളിലേക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ദൂരദർശനിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് കണ്ടപ്പോൾ, ഏഷ്യാനെറ്റിന് തുടക്ക സമയമാണ്, ഏഷ്യാനെറ്റ് ഒരു തിരുവോണത്തിനാണ് ലോഞ്ച് ചെയ്യുന്നത് 1993. ആ ഡിസംബറിൽ ഞാൻ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങി. അന്ന് കൂടുതൽ ആൾക്കാരൊന്നും അവതരിപ്പിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന കൊള്ളാമെന്ന് ആൾക്കാർ പറയുകയും അങ്ങനെ അതെനിക്കൊരു ആത്മവിശ്വാസമാവുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ കാലം പോയി, 40 കൊല്ലം പോയി. പിന്നീട് കേരളത്തിലെ കുറേ ചാനലുകളിൽ ഞാൻ ജോലി ചെയ്തു.
ഏതൊക്കെ ചാനലിൽ പോയില്ലെന്ന് പറയുന്നതായിരിക്കും എൻ്റെ കാര്യത്തിൽ ഏറ്റവും എളുപ്പം. മിക്കവാറും ചാനലിൻ്റെ വരാന്തയിലൊക്കെ ഞാനുണ്ടായിരുന്നു, മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഫ്ലവേഴ്സ് ആരംഭിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 24 ആരംഭിച്ചു. അപ്പോൾ ഈ 40 കൊല്ലമായി ഇനി കുറച്ചു കാലം കഴിയുമ്പം ഇറങ്ങേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പത്രത്തിൽ ഇങ്ങനെ വാർത്തകൾ വരിക. നമ്മുടെ വാർത്താ മുറിയിൽ നിറയെ ഇങ്ങനെയുള്ള MDMA പിടിച്ചു, രാസലഹരി പിടിച്ചു, അമ്മയോട് മോശമായിട്ട് പെരുമാറി, സ്കൂൾ ടീച്ചറെ അധിക്ഷേപിച്ചു, ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. നിങ്ങളോട് ധൈര്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വല്ലാത്ത ഭീതി ഉണ്ടാക്കുന്ന പല വാർത്തകളും നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിൻ്റെ ശക്തി കുറച്ചാണ് പ്രക്ഷേപിക്കുന്നത്. കാര്യം ഒരു 45 വയസ്സുകാരൻ ഒരു മകൻ കിടപ്പ് രോഗിയായ ഒരു വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും കേരളത്തിൽ വന്ന വാർത്തയാണ്. അപ്പോൾ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മകൻ എന്നൊക്കെ നമുക്കെങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും കേരളത്തിൽ? കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ? കാര്യം MDMA അല്ലെങ്കിൽ മറ്റൊരു രാസലഹരി അവൻ്റെ തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് കൺമുന്നിൽ നിൽക്കുന്നതൊക്കെ വെറും സ്ത്രീയും പുരുഷനും മാത്രമാണ്. അതാണ് ഇന്ന് അമ്മമാരുടെ ഏറ്റവും വലിയ പേടിയും. കോഴിക്കോട് ആണെന്ന് തോന്നുന്നു വിജയ, ഒരമ്മ ഒരു MDMA-കാരനെ പിടിച്ചു കൊടുത്തു, പോലീസിന് കൊടുത്തു. അപ്പോൾ ഈ അമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല, ഞാൻ ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കണ്ട ഒരു ചെറുപ്പക്കാരനായ ഒരു അഡിക്റ്റായ ഒരാളിനെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ അവന് വീട്ടിലെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, നൈരാശ്യം ബാധിച്ചു എന്നതിൻ്റെ പേരിൽ രാസലഹരി പരീക്ഷ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ആലംബമില്ലായ്മയാണ് അവൻ്റെ മുഖത്ത്. ആരുമില്ല, വല്ലാത്ത ഹാലുസിനേഷൻസ്, ദുസ്വപ്നങ്ങൾ കാണുക, കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി വരിക. അവനെ കണ്ടു കഴിഞ്ഞാൽ കോലം കെട്ടു. നമുക്ക് സത്യം പറഞ്ഞാൽ എന്തൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു എന്ന് ആ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് വലിയ സങ്കടം തോന്നി അയാളെ കണ്ടപ്പോൾ. നമുക്ക് ഒറിജിനലി നമുക്കറിയാം ജീൻ ഫാക്ടറിൻ്റെ പ്രവർത്തനം മൂലം ചിലപ്പോൾ ഒരാളിന് മനോരോഗം വരുന്നത് അയാളുടെ നിയന്ത്രണം കൊണ്ടല്ല. ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ആളിന് രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രം പോലെ അനന്തരമായി വരുന്ന തലമുറയ്ക്കൊക്കെ ഇത് ബാധിച്ചെന്ന് വരും. അത് അയാളുടെ പ്രശ്നമല്ല. എന്നാൽ ഇത് സ്വയം വരുത്തി വയ്ക്കുന്ന വിനയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് ഏണിപ്പടികൾ ഉള്ളപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ വീണ് സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ് അവൻ ഈ MDMA അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ പോലീസ് സന്നാഹം, MLA ഒക്കെ, പ്രതിപക്ഷത്തിലുള്ള ആളുകളൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടും വളരെ വളരെ കൂടിപ്പോയി എന്നൊരു തോന്നലുണ്ടായിട്ടും അതിശക്തമായ പോലീസ് റെയ്ഡുകളും പരിശോധനകളും എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അത് നല്ല കാര്യം. MLA പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രചാരവേല. ഞാനിത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. അതായത് പ്രോപ്പഗൻഡ എന്ന് പറയുന്നത് ഇവർ ചെയ്യേണ്ട, ഇവർക്ക് എൻഫോഴ്സ്മെൻറ്റാണ് അവരുടെ പരിപാടി. അവർ ഈ ഉറവിടങ്ങൾ കണ്ടുപിടിക്കണം. നമുക്കറിയുന്ന പോലെ ബാംഗ്ലൂരു പോലുള്ള നഗരം, ആന്ധ്ര, അതുപോലെ ബംഗാൾ, ജാർഖണ്ഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ പോയി തന്നെയാണ് ഈ രാസലഹരി വാങ്ങിച്ച് കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അമ്മമാർ സ്കൂൾ ബാഗുകളൊക്കെ പരിശോധിക്കണം. കുട്ടികളുടെ അവകാശമൊന്നും ഇനി നോക്കേണ്ട കുറച്ച് കാലത്തേക്ക്. നിങ്ങളുടെ അവകാശം നോക്കിയിരുന്നാൽ കുട്ടികൾ കൈവിട്ടു പോകും. അതുപോലെ അധ്യാപകർ ചൂരിലെടുക്കണമെന്ന് കോടതി പറഞ്ഞതെന്താണെന്ന് അറിയാമോ? അത് ആ രീതിയിൽ പൊറുതി മുട്ടിക്കഴിഞ്ഞു. അപ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കുന്ന മാത്രമല്ല, ഈ സ്കൂൾ വരാന്തകളിലൊക്കെ ഈ കാരിയർമാർ വന്ന് ചുറ്റിക്കറങ്ങും. നമ്മൾ നെയ്യാറ്റിൻകരയിലെ പാറശാലയ്ക്ക് അടുത്തൊരു സ്കൂളിൽ എൻ്റെ വിവരം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമായിരുന്നു. അവിടെ കൂളെന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ട്. ആ മിഠായി എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥം ഉൾപ്പെടുത്തിയിട്ടുള്ള മിഠായിയാണ്. അത് കുട്ടികൾ കൊടുക്കും. വഴിയെന്ന് പറയും, മോനെ ഒരു മിഠായി കഴിച്ചു എന്ന് പറയും. കുട്ടികൾ വാങ്ങിച്ച് കഴിക്കും. 4-5 ദിവസം ആകുമ്പോൾ ഇവന് അഡിക്ഷൻ ആവും. പിന്നീട് ഈ ലഹരി അന്വേഷിച്ചു പോകും കുട്ടികൾ. ചെറിയ കുട്ടികൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കാരിയറായ കേരളത്തിൽ സ്കൂളുകളുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പാറശാലയിൽ മാത്രമാണ് ഈ കൂളിൻ്റെ കാര്യം. പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ ഇതുപോലെ ഒരു കിടന്ന് കറങ്ങുന്നുണ്ട് കൂൾ മിഠായിയായിട്ട്. തിരുവല്ലയിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ കൂൾ മിഠായികളുമൊക്കെ ഇട്ട് കുട്ടികളെ ഇങ്ങനെ പാട്ടിലാക്കാൻ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, കേരളത്തിലെ പള്ളിക്കൂടങ്ങളിലെ വരാന്തകളിൽ ഈ കാരിയറാകാൻ ആഗ്രഹിക്കുന്നവരും ചെറിയ കുട്ടികളെ കാരിയറാക്കാൻ ശ്രമിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ പള്ളിക്കൂടത്തിലേ പോകാത്തവരാണ്. അപ്പോൾ ഇനി അങ്ങനെ പോരാ. നമ്മൾ പള്ളിക്കൂടത്തിലേക്ക് പോയി നമ്മുടെ കുട്ടികൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം. അതുപോലെ മുറി അടച്ചിരുന്ന് സ്മാർട്ട് ഫോൺ വഴി അവൻ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, അവൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എപ്പോഴാണ് ഓണാവുന്നത്, അവൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം. കാരണം ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട, അതങ്ങനെ അവിടെ നടന്നോളും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എൻ്റെ ഒരു കണക്കൂട്ടനുസരിച്ച് ഒരു 1.5 കോടി മനുഷ്യർ മദ്യം കഴിക്കുന്നവരാ. അപ്പം നമ്മൾ കുറേ കഴിയുമ്പോൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ മതി മദ്യം കഴിക്കാത്തവരാരാന്ന്. അത് കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം.
കാര്യം അത്രയും കൂടുതൽ ആൾക്കാർ. അത് ഞാൻ പറയുന്നത് ഈ അമ്മമാർ ചൂലെടുക്കണമെന്ന് അതുകൊണ്ടാണ്. കാര്യം ഈ അച്ഛന്മാർ മിക്കവാറും കള്ള് ഷാപ്പിൽ കയറിയിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ അച്ഛൻ പിന്നെ മോനോട് പറഞ്ഞാൽ അച്ഛൻ പിന്നെ കള്ളു കുടിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കും. അമ്മമാർ ചൂലെടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മമാർ തന്നെ ചൂലെടുക്കണം. കാരണം ഇനിയെങ്കിലും അമ്മമാർ ഭീതിയില്ലാതെ വീട്ടിലിരിക്കണമെങ്കിൽ അത് എൻ്റെ മകനെന്നോ നിൻ്റെ മകനെന്നോ ഈ കാര്യത്തിലില്ല. കാരണം നമ്മുടെ മക്കളെല്ലാം കെട്ടിച്ചൊക്കെ അയച്ച് അവരെല്ലാം IT ലോകത്തൊക്കെ വിലസി അമേരിക്കയിലൊക്കെ ചേക്കേറി സമാധാനമായിട്ടിരിക്കും. ഈ സമാധാനമായിട്ടിരിക്കുന്ന ആൾക്കാർ റോഡിലിറങ്ങണമല്ലോ. റോഡിലിറങ്ങുമ്പോൾ അവിടെ കാണും MDMAയും മറ്റുള്ള രാസലഹരി ഉപയോഗിച്ച ആൾക്കാർ കത്തിയായിട്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ രാസലഹരി ഉയർത്തുന്ന പ്രശ്നം നമുക്ക് ഇപ്പം ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും ആദ്യം ഇത് അത്രയും സീരിയസ് ആയിട്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത്രയും ജില്ലകൾ നമ്മൾ കടന്ന് 14 ദിവസങ്ങളായപ്പോൾ എനിക്കൊക്കെ വല്ലാത്ത ആശങ്കയുണ്ട്. കാര്യം നമ്മൾ എത്രയോ തലമുറകൾ കണ്ടതാണ്, എത്രയോ ആളുകളെ കണ്ടതാണ്. പക്ഷേ നമുക്കിപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയായിരിക്കും. കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല. ശരിക്കും നമ്മുടെ പോലീസ് അന്യസംസ്ഥാനത്ത് ബംഗളൂരു പോലുള്ള പട്ടണങ്ങളിൽ പോയി ഈ ഉറവിടം നശിപ്പിക്കണം. നമ്മുടെ നാട്ടിലേക്ക് സ്പിരിറ്റ് ഒഴുകിയ ഒരു സംഭവമുണ്ട്. MLAക്ക് ഓർമ്മയുണ്ടാകും. ഈ സ്പിരിറ്റ് ഒഴുകിയ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസർമാർ ചെയ്തത് ഈ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കിടികിട്ടിയ രാജാക്കന്മാരാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് വിടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പോയി സ്പിരിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു പതിവ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ രാജാക്കന്മാരെ ഇവരെല്ലാം നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ദേ നോക്ക്, കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്കരുത്, സ്പിരിറ്റുമായിട്ട് കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ വേണേൽ നിങ്ങൾ കച്ചവടം ചെയ്തു, അത് നിങ്ങളുടെ പ്രശ്നം, പക്ഷേ കേരളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ആദ്യം അവർ വിചാരിച്ച് തമാശയാണെന്ന്. പക്ഷേ ഇവർ ചെന്ന ഉദ്യോഗസ്ഥന്മാർ നല്ല ഭീഷണി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കേരളത്തിലേക്ക് സ്പിരിറ്റ് സപ്ലൈ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ഉറവിടം അടയ്ക്കുകയും നമ്മുടെ നാട്ടിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്നത് ഇല്ലാതായതും. അതേപോലെ ചില തന്ത്രങ്ങൾ നമ്മളിപ്പോൾ പയറ്റി വെക്കും. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു 3% ആളുകൾക്കാണ് ഈ രാസലഹരി കൊണ്ടുള്ള സ്വാധീനമെന്ന് നമ്മൾ കരുതിയെങ്കിൽ ഇപ്പോൾ ഒരു 300% ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ യാത്രയിൽ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട്. ഈ പ്രസംഗമല്ലാതെ ആൾക്കാരെയൊക്കെ കണ്ട അമ്മമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ കണ്ടത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം അതാ. മാത്രമല്ല, ഞങ്ങളുടെ ഓഫീസിൽ ഒരു 10-75 പേര് ഈ യാത്രയിലുണ്ട്. അതിലൊരു ഗവേഷണ വിഭാഗമുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. അതിനുമുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുമായി ലൈവായിട്ട് തന്നെ 1 മണിക്കൂർ ഒരു ലൈവ് ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ എക്സൈസും പോലീസും ചെയ്യേണ്ട, അതിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രചരിപ്പിച്ചോളാം. ഇഷ്ടം പോലെ ഞങ്ങളുടെ എയർ ടൈമിൻ്റെ ഏതാണ്ടൊരു 30% നിങ്ങൾ ആലോചിക്കണം. കമ്പനിയുടെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട് നിലനിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചാനൽ? 30% എയർ ടൈം നമ്മൾ ലഹരിക്ക്, ഇത് ആളുകൾ കാണുന്നില്ലെന്ന് പോലും നമ്മൾ പരിഗണിക്കുന്നില്ല. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇതാണ് പ്രശ്നം. പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് തന്നെയാണ്. അല്ലാതെ നമ്മൾ ശരിക്കും ഇത് സെൻസിറ്റീവാക്കി സെൻസേഷണലാക്കി ആളുകളെ പിടിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞ പോലെ റേറ്റിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ധർമ്മത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന മഹാകാര്യമാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഈ നാടിൻ്റെ വിളി കേൾക്കാൻ നമ്മൾക്ക് വിധിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗവേഷണ വിഭാഗം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ഒക്കെ പരിചയമുള്ള ചില ആളുകളാണ് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അവരെ ഓരോ സ്ഥലത്തും ചെന്ന് അവിടുത്തെ ഒളിവിടങ്ങൾ, അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവിടുത്തെ മുതലാളിമാർ, ഈ രാസലഹരിക്ക് പിന്തുണ നൽകുന്ന പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ, ഏത് സ്ഥലത്താണ് എക്സൈസ് റെയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി ഒരു പ്രബന്ധത്തിൻ്റെ സംശുദ്ധിയോടെ നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിന് 2 ഭാഗം ഉണ്ടാകും. ഒരു ഭാഗം ഞങ്ങൾ പബ്ലിക്കായിട്ട് അത് പ്രക്ഷേപണം ചെയ്യുകയും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിൽ പറയുന്ന കാര്യങ്ങൾ നിശ്ചിതമായ നിലപാടെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് കള്ളമൊന്നും നമ്മൾ എഴുത്തില്ല, പക്ഷേ കണ്ട കാര്യം മുഖം നോക്കാതെ എഴുതും. ഈ MDMAയും പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നവർ എത്ര ഉയർന്നവനായാലും അവൻ്റെ ഫോട്ടോ അതിനകത്തുണ്ടാവും. അങ്ങയുടെ പോലീസിന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാകും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആദ്യത്തെ അധ്യായം നമ്മൾ പ്രസിദ്ധപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രി എന്നതിൽ കൊടുക്കുന്ന 2ാമത്തെ ഭാഗം നമ്മൾ പ്രസിദ്ധപ്പെടുത്താതിരിക്കുകയും ചെയ്യും. അതിനകത്ത് ഞങ്ങൾക്ക് പ്രശസ്തിയേക്കാളും ആവശ്യം നടപടികളാണ്. കാര്യം ഇപ്പോൾ തന്നെ നടപടികൾ ശക്തമായിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നുണ്ട്, കോഴിക്കോടൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പോൾ നഗരങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞ സജഷനും നിങ്ങളുടെ ഗവൺമെൻറ് കൊടുക്കണം. MLA പറഞ്ഞ നോട്ട് ചെയ്ത് കഴിഞ്ഞു. MLA ഓൾ ദി ബെസ്റ്റ്.
MLA ഇടയ്ക്കൊക്കെ ഉറക്കം വരുമ്പോൾ എന്നെ ഓർക്കാൻ വേണ്ടി ഒരു ഓക്കെ ഓക്കെ താങ്ക് യു. ഇത് റീജിത്ത് ഓക്കെ താങ്ക് യു MLA ശ്രീ അൻവർ സാദത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ അമ്മമാർക്കും നമ്മുടെ കുട്ടികൾ അവർ യഥാർത്ഥ എത്ര പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ജോസ് മാവേലിയൊക്കെ എത്രയോ കുട്ടികൾക്ക് അഭയം അരുളിയ ആളാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വലിയ ഭാവിയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ അനാഥമാവുകയും ഏതെങ്കിലും ആശുപത്രി സെല്ലിലേക്ക് തളച്ചിടപ്പെടുകയും ചെയ്യാതിരിക്കാൻ നമുക്കിത് ആവശ്യമാണ്. നമ്മൾ ഈയിടെ വിദഗ്ധരായ സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ശാസ്ത്രീയമായിട്ട് എനിക്ക് അത്ര അറിയില്ലത്, പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് നിരന്തരമായി ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് 7 കൊല്ലം. അതായത് 7-ാം കൊല്ലം ചാക്കാല. 7 കൊല്ലം മുതൽ 12 കൊല്ലത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കാറില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും, കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് പേടിച്ച് ഒരുത്തൻ ഒരു കവറിലെ MDMA മുഴുവൻ എടുത്ത് വിഴുങ്ങി അവസാനം ആമാശയത്തിൽ കിടന്ന് കവറ് പൊട്ടി അവൻ കാഞ്ഞുപോയി. അവൻ്റെ ജീവിതം അപ്പാടെ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഇവിടെ ആരെങ്കിലും നമ്മുടെ ഈ കെമിക്കൽ ലഹരികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അനുഭാവികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഈ നാട് ദയവ് നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ ഈ പണി നിർത്തണം. ഈ പണിയും കൊണ്ട് നിങ്ങൾ നടക്കരുത്. നിങ്ങൾക്ക് തെങ്ങിന് തട തുറക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിളച്ചോ. കേരളത്തിൽ എന്തെല്ലാം പണിയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ മിനി ഗൾഫായിട്ടല്ലേ കേരളത്തിൽ കാണുന്നത്. അവർ ഒരു വർഷം കേരളത്തിൻ്റെ പുറത്തേക്ക് അയക്കുന്ന പണം കേട്ടാൽ നമ്മൾ ഞെട്ടും. നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ അത്രയും പൈസയുണ്ട്. നമ്മൾ കേരളത്തിൽ തൊഴിലില്ലാതെ നടക്കുക 70 ലക്ഷം ആൾക്കാർ തൊഴിലെതിരായി നടക്കുന്നൊരു സംസ്ഥാനത്താണ് ഇത്രയധികം ആളുകൾ ജോലി ചെയ്യുന്നത്. നമുക്ക് നടക്കടാ. നമ്മൾ ചെയ്യുന്നതോ ഏറ്റവും വൃത്തികെട്ട പണിയും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയുന്നത്, കാരാഗ്രഹം നിങ്ങളെ തേടി വരും ഇന്നല്ലെങ്കിൽ നാളെ. മാത്രമല്ല ഈ സമൂഹം നിങ്ങളെ അടിച്ച് ശരിയാക്കി കളയും. ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു ആത്മധൈര്യം കൂടിയിട്ടുള്ളൊരു കാലമായി. ഇപ്പോൾ പോലീസിന് എല്ലാവിധമായ ലൈസൻസും കൊടുത്തിരിക്കുക. ഒരു പ്രിൻസിപ്പലിൻ്റെ അനുമതി ഇല്ലാതെ ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിങ്ങൾക്കറിയാമല്ലോ അവിടെ സംഭവിച്ചെന്താണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി അവിടെ ലഹരി ഉപയോഗിക്കുകയായിരുന്നില്ല. ഇത്തരം ലഹരികൾ വിതരണം 2 കിലോ കഞ്ചാവാണ് പിടിച്ചത്. ഈ കഞ്ചാവ് എവിടേക്കാണ് വിതരണം ചെയ്യുന്നതിനുള്ള ലിസ്റ്റൊക്കെ അവർ വാട്സപ്പിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പോളിടെക്നിക് പാസ്സായി ഒരു നല്ല ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ ബുദ്ധിമുട്ടി അയച്ച പിള്ളേർ ഹോസ്റ്റൽ മുറിയിൽ കച്ചവടം നടത്തുമായിരുന്നു, കഞ്ചാവ് കച്ചവടം. നമ്മൾക്കിതൊക്കെ പറയുമ്പോൾ അറപ്പുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന വലിയ ചേട്ടന്മാർ പുറത്തുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാർ ഈ പണി നിർത്തണം. ഈ പണി നിർത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടും. നമ്മൾ പറയുന്നത് കാസർഗോഡ് ഏപ്രിൽ 20-ാം തീയതി ഈ യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിലെ അവസാനത്തെ രാസലഹരിക്കാരനും ഈ നാട് വിട്ടുപോകണം. കേരളത്തിൽ ഇത് വേണ്ട. കേരളം എന്ന് പറയുന്ന ഈ മനോഹരമായ മണ്ണ് ഇവർ തീരെഴുതരുത്. ലഹരിക്ക് വേണ്ടി തീരെഴുതി കളയാനുള്ളതല്ല ഈ മണ്ണ്. 1044 നദികളൊക്കെ ഒഴുകി നമ്മൾ ആകാശത്ത് നിന്ന് പൊക്കുമ്പോൾ കൊച്ചി എയർപോർട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ആടുന്ന തെങ്ങിൻ തലപ്പുകൾക്ക് കീഴെ മനോഹരിയായി കിടക്കുന്ന ഈ മണ്ണിലാണ് ഈ മാലിന്യം തൂകുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഈ സമാധാനം, അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ, മാതാപിതാക്കൾക്ക് സ്വൈരമായിട്ട് കിടക്കാൻ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് അവസാനിപ്പിക്കണം. ഇത് എന്ത് വില കൊടുത്തും നമ്മൾ ഇതിനകത്ത് എന്ത് സ്ട്രെയിൻ എടുത്താലും നമുക്ക് മറ്റൊരു വേ ഔട്ടില്ല. നമ്മളിതിനകത്തൊരു അമാന്തം കാണിച്ചാൽ, ഒരു അലംഭാവം കാണിച്ചാൽ നമ്മുടെ തലമുറയിലെ പല കുട്ടികളും 2021 ഈ മയക്കുമരുന്നിൻ്റെ സാധ്യതകൾ കേരളത്തിൽ വന്നു തുടങ്ങിയത്. ഏതാണ്ട് 600 കേസുകളാണ്. എന്നാൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ 30,000 കേസുകളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇത് 30,000 പിടിക്കപ്പെടുന്നതാണ്. പിടിക്കപ്പെടാത്ത കേസുകൾ എത്രയായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇനി ഈ കേസുകളുമായി ഈ സംസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാനത്തിന് ശ്വാസം മുട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആലുവയിലെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ യാത്രയോ നിങ്ങളുടെ യാത്രയോ എന്നല്ല, നമുക്ക് ഒറ്റ യാത്ര മതി. ഒരു അലറിയടിക്കുന്ന ഒരു കടലിൻ്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയണം ഒരേ ശബ്ദത്തിൽ, ഇത് അവസാനിപ്പിക്കണം. ഈ നാടിൻ്റെ നെറുകയിൽ ഇങ്ങനെ ഒരു മേൽവിലാസം നമുക്ക് വേണ്ട. ഇപ്പോൾ തന്നെ നമ്മൾ ജോസ് മാവേലി കേട്ടോളൂ, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതാണ്, കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം എന്ന് അടുത്ത കാലം വരെ പറഞ്ഞ പത്രങ്ങളിപ്പോൾ ഡ്രഗിൻ്റെ തലസ്ഥാനമായി ഇന്ത്യയിൽ കേരളം മാറിയിരിക്കുന്നു. നമുക്ക് എന്തൊരു നാണക്കേടാ. വിദേശ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് ഈ പച്ചപ്പുള്ള ഈ മണ്ണ് കാണാൻ വേണ്ടിയല്ലേ. അവിടെയാണ് ഒരു പച്ച വിരിച്ച ഒരു കമ്പളം പോലെ കിടക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഉയരങ്ങളിൽ ഇങ്ങനെ കഞ്ചാവ് പുകയുന്നു, രാസലഹരികൾ പുകയുന്നു. നമുക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് നമ്മൾ ഒരേ സ്വരത്തിൽ നമ്മൾ ആവശ്യപ്പെടണം, ഈ രാസലഹരി എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ കുറയണം. കേരളത്തിൽ കുറയണമെന്നല്ല, കേരളത്തിൽ ഇല്ലാതാകണം. അല്ലെങ്കിൽ വലിയൊരു തലമുറയുടെ ജീവിതത്തിൻ്റെ നാരായ പേര് നമ്മൾ പിഴുതെടുത്ത് അറബിക്കടലിടുന്നതിന് തുല്യമാകും. അപ്പോൾ നിങ്ങളുടെയെല്ലാം
സ്വാമിജിയുടെ ഉണ്ട്, അതുപോലെ എത്രയോ നല്ല വിവേകവും ബുദ്ധിയുള്ള ആൾക്കാർ നമുക്ക് മുന്നിൽ നിന്ന് ഈ കാര്യം കേൾക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കാണുന്നതിനേക്കാളും വളരെ വളരെ സീരിയസ് ആണ്. വാർത്താമുറികളിലൊക്കെ ഇത്രയധികം കൊലപാതകങ്ങൾ എന്തുകൊണ്ട് അരങ്ങേറുന്നു എന്ന് തോന്നി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യം, ഈ രാസലഹരിയൊക്കെ ശരീരത്തിൽ കയറുമ്പോഴാണ് എതിരെ നിൽക്കുന്ന അമ്മയാണെന്നുള്ളത് മറന്നു പോകുന്നത്. നിങ്ങൾ അറിയേണ്ട കാര്യം, 2 മാസങ്ങൾ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 70 കൊലപാതകങ്ങൾ നടന്നതിൽ 30 കൊലപാതകവും MDMA ഉപയോഗിച്ച ആൾക്കാരാണ്. അപ്പോൾ രാസലഹരി എത്രമാത്രം ഒരു മനുഷ്യനെ മാറ്റിക്കളയും, അവൻ്റെ ജീവിത നിലവാരം എന്ത് മാറ്റിക്കളയും, അവൻ്റെ തലച്ചോറ് എങ്ങനെ തല്ലിപ്പൊളിക്കും എന്നുള്ളതാണ്. കാരണം എന്ന് മാത്രവുമല്ല, ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുക. അതായത് ഒരാൾ അഡിക്റ്റായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാസലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ അയാളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. മാസങ്ങളെടുക്കും അത്. കാരണം ഇയാൾ, നമുക്കറിയാം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ നടത്തുന്ന പരീക്ഷണം അതൊരു കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മളൊരു മരുന്ന് അപ്ലൈ ചെയ്തിട്ട് ആ മരുന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അതിന് ആൾക്കാർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി. ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ കുടൽ പറഞ്ഞങ്ങ് ഛർദ്ദിക്കും. പിന്നെ നമ്മൾ മദ്യം കഴിക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ പറഞ്ഞ് പുറത്തേക്ക് വരുന്നൊരു ഫീലാണ്. അപ്പോൾ ഡോക്ടർ പറയും, നീ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചത്തുവെന്ന് പറയും. അതേസമയം ഈ ലഹരി ഇങ്ങനെ നന്നായി ആസ്വദിച്ച ചില ആളുകൾ ഈ മരുന്നിൻ്റെ സ്വാധീനം ശരീരത്തിൽ കുറയുമ്പോൾ വീണ്ടും അടിച്ചു തുടങ്ങും. അടിച്ചുകൂടെ അവർ പഴയ വഴിയാവും. നമ്മൾ 4-ാം കാലം നടക്കുന്നതാണ് റോഡിൽ കൂടെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ കുടിച്ച് കൂത്താടുന്ന മാത്രമല്ല, കുടുംബം കുട്ടിച്ചോറാക്കുന്ന മദ്യപന്മാരാണ് കൂടുതൽ. ഞാൻ പൈസ കൊടുത്ത് മദ്യപിച്ചാണെങ്കിൽ 4 ആൾ അറിയണമെന്ന് നിർബന്ധമുള്ളവരാണ് മലയാളികൾ. അങ്ങനെ വെറുതെ അങ്ങ് വെള്ളം അടിച്ചിട്ടങ്ങ് വീട്ടിൽ കയറി കമന്ന് കിടക്കത്തൊന്നുമില്ല. നമ്മൾ 10 പേരെ അറിയിച്ചേ പോകും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവർക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ്. നമ്മൾ ഈ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാത്തൊരു ജനസമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ രാസലഹരിയുടെ വലിയ സ്വാധീനം. നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ഇത്രയും നമ്മൾ ആഴത്തിൽ വേരോടുന്നത് വരെ നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊലപാതകങ്ങൾ കൂടിയപ്പോൾ എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് നാരായവേരിൻ്റെ അടിയിൽ ഈ രാസലഹരി പറ്റി പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറെ വഴികളില്ല, നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്കിത് അവസാനിപ്പിക്കണം. അത് ഒരു ദിവസം മുമ്പേ അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത്, 1 മണിക്കൂർ മുമ്പേ അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത്. കാരണം ഞാനിന്ന് കണക്കൂട്ടി എടുത്ത് നോക്കിയപ്പം 1 മണിക്കൂറിൽ 12-14 MDMA അഡിക്റ്റുകൾ കേരളത്തിലുണ്ടാകുന്നു. 24 മണിക്കൂറാകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവർക്ക് രാത്രിയും പകലും മാറുന്നത് ഇവർക്ക് വിഷയമല്ല, രാപകൽ ഇവർക്ക് വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഒരു 10, 400, 350 ആൾക്കാർ ഓരോ ദിവസവും ഉണ്ടാകുക. 30 ദിവസം എത്രയാകും? അതുകൊണ്ട് നമ്മൾ പറയുന്നത് 1 മണിക്കൂറിന് മുമ്പേ ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും രക്ഷപ്പെട്ടു. അതേസമയം ഈ നിയമങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാര്യം 1 കിലോ കഞ്ചാവ് പിടിച്ച ഒരാളിനെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റൂ. 999 ആണെങ്കിൽ അയാൾ ജാമ്യം എടുത്തു പോകും. മാത്രമല്ല കോടതികളൊക്കെ തന്നെ കുറച്ചധികം ലിബറലാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. കാര്യം ഈ ജാമ്യം ഒക്കെ കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർക്കേ കൊടുക്കാവൂ. അല്ലാതെ കാണുന്ന ആർക്കും കയറി ജാമ്യം കൊടുത്താൽ നമ്മുടെ നെന്മാറയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരുവൻ ജാമ്യ വ്യവസ്ഥയിൽ 3 പേരെ കൊന്നൊരുത്തം പുറത്തിറങ്ങിയിട്ട് പിന്നെ അവൻ എത്ര പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, കൊന്നു. അവൻ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജാമ്യ വ്യവസ്ഥ മുഴുവൻ ലംഘിച്ച് ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ താമസിക്കുകയായിരുന്നു. അവൻ ആ സ്റ്റേഷൻ അതിർത്തിയിലേക്ക് കയറാൻ പാടില്ലെന്നായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത്. പോലീസ് സ്റ്റേഷൻകാരും അറിഞ്ഞില്ല, ഒന്നുമില്ല. അവസാനം ആൾക്കാരെ അവൻ കുത്തിമരത്തി. അവൻ്റെ പേര് ചെന്താമര എന്നായിരുന്നു. അവൻ്റെ പേര് കേട്ടാൽ നല്ല സുഖം, ചെന്താമര. വിരിഞ്ഞിങ്ങനെ നിൽക്കല്ലേ. അവസാനം മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കിട്ടുപോയി നെന്മാറയിൽ. അതാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അവനൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇങ്ങനെ പത്തനംതിട്ട പുറത്തുവിടാൻ മാസം എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാമെന്ന്. കാര്യം ഇവന്മാരെ പുറലോകം കാണിക്കാൻ കൊള്ളതല്ല. കാരണം ഇവൻ പുറലോകം കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ കത്തി എതിരെ നിൽക്കുന്നവൻ്റെ നെഞ്ചത്ത് കയറും. നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർ ഈ രാസലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ അവരിൽ ഭീകരനായ ആവേശവും ശക്തിയുമുള്ള കരുത്തനായ ഒരു കൊലപാതകി പിറവിയെടുക്കുകയാണ്. എന്നും വെച്ച് കുട്ടികളോട് ഒരിക്കലും ശത്രുത പാടില്ല. കുട്ടികളുടെ കുഴപ്പമല്ലത്. നമുക്ക് വേണ്ടത് ഈ ഉറവിടം കണ്ട് തകർക്കുക, വിതരണക്കാരെ കണ്ടുപിടിക്കുക. വിതരണക്കാർ അനുവദിക്കാൻ പാടില്ല. അതിൽ മലയാളികളാണ് ഭൂരിപക്ഷം എന്നുള്ളത് നിങ്ങൾ അറിയുക. ഇത്ര നാണം കെട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ജനസമൂഹം ലോകത്തിലെ പല ഭാഗങ്ങളിലും കാണും. പക്ഷേ കേരളത്തിൽ അവരെ വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഏപ്രിൽ 20-ാം തീയതി ഇത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരേ ശബ്ദത്തിൽ പറയണം, നോ ടു ഡ്രഗ്സ്, നോ ടു വയലൻസ്. അത് നമുക്ക് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണിൽ ജീവിച്ചിരുന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ചെയ്തില്ല എന്ന് സമൂഹം നമ്മുടെ കണക്ക് പറഞ്ഞെന്ന് വരും. അപ്പോൾ നമുക്കിനിയും കാണാം. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു. ബായ്. തിരുവൈരാണിക്കുളം അരങ്ങ് കലാ സാംസ്കാരിക വേദിയുടെ ചെയർമാൻ PT സജീവനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എൻ്റെ പേര് സജീവൻ. ശ്രീമൂലനഗരം പഞ്ചായത്തിലെ തിരുവൈരാണിക്കുളം ബേസ്ഡായി പ്രവർത്തിക്കുന്ന
അരങ്ങ് തിരുവൈരാണികുളം എന്ന സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹിയാണ്. ഈ ഡ്രഗ്സിൻ്റെ ഈ ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച SK സാറിന് അരങ്ങ് തിരുവൈരാണികുളത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ സർഗാത്മക കലാപ്രവർത്തനങ്ങളും ഈ ലഹരിക്ക് എതിരെ ഒരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരുന്നാൽ ഒരു പരിധിവരെ കലാപ്രവർത്തനങ്ങൾ മുഴുകുമ്പോൾ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ആ ഒരു ത്വര ആളുകളിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് കലാപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ളൊരു പ്രവർത്തനവും ബോധവൽക്കരണവും ആണ് ആവശ്യമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. ഒരിക്കൽ കൂടി ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത ഏറെ സങ്കീർണമായ ഈ വിഷയത്തോട് മുൻകൈയെടുത്ത SK സാറിന് തിരുവൈരാണികുളം അരങ്ങിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. കോൺഗ്രസ് എസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിൽ കാഞ്ഞിലി 2 വാക്ക് സംസാരിക്കും. സമാദരണീയരെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 3-ാം തൂണായ മാധ്യമം ശ്രീകണ്ഠൻ നായരിലൂടെ പുതിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. മാധ്യമരംഗത്ത് കുലപതിയായ അദ്ദേഹം ഇത്രയും ജനകീയമായൊരു വിഷയം കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത് ഏറ്റെടുത്തതിനെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഏതാണ്ട് വിജയകുമാറും SKനൊക്കെ തമ്മിൽ ദീർഘകാലത്തെ രാഷ്ട്രീയ ബന്ധമുണ്ട്. ഈ മാധ്യമരംഗത്ത് ഇവർ പ്രവർത്തിക്കുമ്പോൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. ആലുവയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ MDMA വിൽക്കപ്പെടുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പാലത്തിന് താഴെ, ചൊവ്വര റെയിൽവേ ഗേറ്റിന് താഴെ, ഇപ്പോൾ നമ്മുടെ തോട്ടുമുഖത്തുള്ള പുതിയ പാലത്തിൻ്റെ ഭാഗം, ഇതൊക്കെ MDMA കേന്ദ്രങ്ങളാണ്. ലഹരി ചെറിയ ചെറിയ കുട്ടികളിലേക്ക് നൽകുകയാണ്. അത് ജാഗ്രതയോടുകൂടി ഇടപെടൽ നടത്താൻ 24 ചാനൽ തയ്യാറായി വന്നതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയാണ്. എന്തായാലും ഈ തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടത്. 24 ചാനലിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ നന്ദി. നമ്മുടെ റൂറൽ SP വൈഭവ് സക്സേന അദ്ദേഹം അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടേക്ക് എത്തും. അദ്ദേഹത്തിന് ചടങ്ങിൽ പങ്കെടുക്കണം. അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം എത്തും എന്നറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ കൈവശം ഒരു ഫോം നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ വോളണ്ടിയേഴ്സ് അത് വരുമ്പോൾ അതൊന്ന് തിരികെ കൊടുക്കുക. അതിൻ്റെ താഴത്തെ ഭാഗം കൗണ്ടർ ഫോയിൽ ആ ബോക്സിൽ ഇടുക. അത് എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മളുടെ നാളെ എറണാകുളം ജില്ലയിലെ ഒരു നറുക്കെടുപ്പുണ്ട്. ആ നറുക്കെടുപ്പിൽ വിജയിക്കുന്നയാൾക്ക് ബെന്നീസ് റോയൽ ടൂർസിൻ്റെ ഒരു യാത്രയാണ് സമ്മാനമായി ലഭിക്കുക. അത് നാളെയാണ് എറണാകുളം ജില്ലയിലെ വിജയി അറിയുക. നമ്മൾ ഇന്ന് അല്പസമയത്തിനകം ഇടുക്കിയിലെ നറുക്കെടുപ്പ് നടക്കും. അല്പസമയത്തിനകം നമുക്ക് ഇടുക്കിയിലെ നറുക്കെടുപ്പിലേക്ക് കടക്കാം. നമ്മൾ ഇടുക്കിയിലെ നമ്മളുടെ വിജയിയെ നറുക്കെടുപ്പിലെ വിജയിയെ കണ്ടെത്താൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്ത് 3 ദിവസത്തെ പര്യടനമാണ്. നാളെയാണ് നമ്മൾ എറണാകുളത്തെ നറുക്കെടുപ്പ് നടത്തുക. നമ്മളുടെ കൈവശം തന്നിരിക്കുന്ന ആ ഫോം ഫില്ല് ചെയ്ത് അവിടെ ബോക്സിൽ നിക്ഷേപിക്കുക. നാളെ എറണാകുളത്തെ വിജയിയെ കണ്ടെത്തും. ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന ഒരു യാത്ര, ഒരു ഗംഭീര ക്രൂയിസ് യാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ കൗണ്ടർ ഫോയിൽ ആ ബോക്സിൽ ഇടുക. നമ്മൾ ഇടുക്കിയിലെ നറുക്കെടുപ്പിലേക്ക് കടക്കാം. നമ്മളിത് ഇങ്ങനൊന്ന് ഇറക്കിയിട്ട് ഉണ്ട്. സാറ് വരും. അപ്പോൾ ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ 1 ലക്ഷം രൂപയോളം ചെലവ് ആക്കി സിംഗപ്പൂരിലേക്ക് ഒരു യാത്ര ഒരുക്കുന്നത്. ഒരു ജില്ലയിൽ ഒരാൾക്കായിരിക്കും അവസരം കിട്ടുക, അല്ലേ? അതെ. ഒരു ജില്ലയിൽ SKൻ്റെ വലിയൊരു ഉദ്യമത്തിൽ നമ്മളെ കൊണ്ട് ചെറിയ വിധത്തിൽ പങ്കാളിയാവുന്നു. നമ്മൾ മറ്റ് ലഹരി മാർഗങ്ങൾ തേടണം. അതിലൊരു മാർഗമാണ് യാത്രയാകട്ടെ നിങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ യാത്ര, ക്രൂയിസ് യാത്ര കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും
തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരുക്കിയിരിക്കുന്നത്. അത് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് കൊച്ചിയിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ ചെലവും ഉൾപ്പെടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അത് ഇടുക്കിയിലെ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. മോളുടെ പേരെന്താ? മോള് എടുത്ത ഒന്ന് ഇളക്കിയിട്ടൊന്ന് എടുത്തേ. ഹലോ, സുഖമായിരിക്കുന്നല്ലോ. നല്ല പരിപാടിയുണ്ടോ? വളരെ നമുക്ക് നോക്കാം. നമ്മളിത് അവസാനിപ്പിക്കും. ഇടുക്കിയിലെ വിജയിയുടെ പേര് ആസിഫ് അനീഷ് എന്നാണ്. ഇടുക്കിയിലെ വിജയാണ്. അപ്പോൾ ഈ വേദിയിലില്ല, ഞങ്ങൾ ആളിനെ അറിയിക്കണം. സെന്റ് മേരീസ് LP സ്കൂളിലെ കൃഷ്ണ പഠിക്കും. ഒത്തുചേരാം കൂട്ടരേ, അറിവു നേടാം കൂട്ടരേ, ഒത്തുചേർന്നു അറിവു നേടി ഒരുമയോടെ നീങ്ങിടാം. ഒത്തുചേരാം കൂട്ടരേ, അറിവു നേടാം കൂട്ടരേ, ഒത്തുചേർന്നു അറിവു നേടി ഒരുമയോടെ നീങ്ങിടാം. നല്ല ശീലം നേടിടാം, നന്മയാർന്നു വളർന്നിടാം. നല്ല ശീലം നേടിയെന്നും നന്മയാർന്നു വളർന്നിടാം. നല്ല ശീലം നേടിടാം, നന്മയാർന്നു വളർന്നിടാം. നല്ല ശീലം നേടിയെന്നും നന്മയാർന്നു വളർന്നിടാം. ഒത്തുചേരാം കൂട്ടരേ, അറിവു നേടാം കൂട്ടരേ, ഒത്തുചേർന്നു അറിവു നേടി ഒരുമയോടെ നീങ്ങിടാം. നല്ല ശീലം നേടിടാം, നന്മയാർന്നു വളർന്നിടാം. നല്ല ശീലം നേടിയെന്നും നന്മയാർന്നു വളർന്നിടാം. ഒത്തുചേരാം കൂട്ടരേ, അറിവു നേടാം കൂട്ടരേ, ഒത്തുചേർന്നു അറിവു നേടി ഒരുമയോടെ നീങ്ങിടാം. ബഹുമാനപ്പെട്ട SK സാർ, ഞാൻ നെടുമ്പാശ്ശേരി മനോജാണ്. SK സാറിൻ്റെ 40 വർഷത്തെ ഈ മാധ്യമരംഗത്തെ സേവനത്തിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഒരു യാത്ര ആരംഭിച്ച വിവരം നമ്മൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം, അരുത് അക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ ജനങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയം കവർന്ന ആശംസ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഈ 24 കാണുന്ന ലോകത്തെവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഈ ലഹരിയിൽ നിന്ന് വിമുക്തി നേടുന്നതിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസരിപ്പിക്കുന്നു. അഭിനന്ദനങ്ങൾ. നമസ്കാരം. താങ്ക് യു. SKN40 എറണാകുളം ജില്ലയിലെ പര്യടനം നാളെയും തുടരും. നാളെയും പര്യടനമുണ്ട്. നാളെ കൂടി കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് യാത്ര കടക്കുകയാണ്. നാളെ അങ്കമാലിയിലാണ് സമാപനം. അങ്കമാലിയിൽ നമ്മൾ വൈകുന്നേരം ഇതുപോലെ ഒരു സായാഹ്നം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചേട്ടാ വരൂ, കയറി വരൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ് വർക്കി എന്നാണ്. ഞാൻ ആലുവ UC കോളേജിനടുത്താണ് താമസിക്കുന്നത്.
SKN നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്, ഒരു പേരാണ്. അദ്ദേഹം 40 വർഷമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ടി വിയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനത്തെ ഒരു കാൽവയ്പ് 40ാമത്തെ വർഷം നടത്തുന്നത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരു സജഷനാണ് എനിക്ക് ശ്രീ SKനോട് വെക്കാനുള്ളത്. അത് ഈ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസൊക്കെ വളരെ നല്ലതാണെങ്കിലും ഇതെന്തുമാത്രം ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുമെന്നോ സമൂഹത്തിൽ വ്യക്തികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ശ്രീ SKൻ്റെ മുമ്പിൽ വെക്കാനുള്ള ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 12 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഒരു സ്കീം ഡിവൈസ് ചെയ്തിട്ട് ഈ ലഹരിയുടെ മോശം ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരുടെ ഹോസ്പിറ്റലിലും റിഹാബിലിറ്റേഷൻ സെൻറ്ററിലുമൊക്കെ ഈ കുട്ടികളെ സ്ഥിരമായി കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടാകണം. കാരണം ഈ 12 വയസ്സും 14 വയസ്സ് 15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ ഇതിനകത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ആ സമയത്ത് ഇവർക്ക് ശരിയായിട്ടുള്ളൊരു ഗൈഡൻസ് ഇല്ല. ഇവരുടെ ഉള്ളിൽക്കുള്ളിൽ എന്ത് ചിന്തകളാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിൽ അനുഭവങ്ങൾ മാത്രമേ അവരെ പഠിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ SKN സാറ് തന്നെ 40 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പലപ്പോഴും അദ്ദേഹം നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയാസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു വലിയൊരു ക്യാമ്പയിനും ഇങ്ങനത്തെ ഒരു ഓളമൊക്കെ എപ്പോഴും ആവശ്യമാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിൽ ഒരു സാമൂഹ്യ നന്മ എന്നുള്ള നിലയ്ക്ക് ഈ വിപത്ത് എല്ലാവരിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനൊരു സിസ്റ്റം ഡിവൈസ് ചെയ്യുക, കുറച്ച് സ്കൂളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, പ്രത്യേകിച്ചും ഒരു മിഡിൽ ഇൻകം ലോവർ ഇൻകം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുകയും അവിടെ വെച്ച് തന്നെ ഒരു ചെറിയ സെഷൻ 15-20 മിനിറ്റിൻ്റെ സെഷൻ വിത്ത് വീഡിയോ കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ഈ കുട്ടികളെല്ലാം തന്നെ നമുക്ക് ആർമർ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ എല്ലാവരും തന്നെ നമുക്ക് യോദ്ധാക്കളാക്കി മാറ്റാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ചും SKനെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ഗൗരവമായിട്ടെടുക്കും. ഹലോ, നമസ്കാരം. നമ്മൾ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ എറണാകുളം റൂറൽ SP ശ്രീ വൈഭവ് സക്സേനയാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും നമ്മളിതൊരു നമ്മൾ കാര്യങ്ങളൊക്കെ കുറേ വിശദമാക്കി. അപ്പോൾ അങ്ങേക്ക് മലയാളം ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൂടെ കേട്ടാൽ മാത്രമല്ല, ഇത് ഇപ്പം നമ്മൾ എക്സ്ക്ലൂസീവായിട്ടൊരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരി സംബന്ധമായ കാര്യങ്ങളൊക്കെ അതിലും കിട്ടും. അപ്പോൾ അതിലിതിങ്ങനെ ലൈവായിട്ട് പോവാം. അപ്പോൾ അങ്ങയുടെ വാക്കുകൾ. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. ഈ സമയത്ത് ഈ ഡ്രഗ്സ് ആണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. മയക്കുമരുന്ന് ഒരു വ്യക്തിയെ മാത്രമല്ല മുഴുവൻ കുടുംബം നശിപ്പിക്കുന്നുണ്ട്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ നാടാണ്. പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് വളരെ കർശനമായ നടപടി കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കേരള പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമുക്ക് ഈ കുറച്ച് അവെയർനെസ് കൊണ്ടുവരണം. ഒരു ക്രൈം കേസ്, ഒരു സിമ്പിൾ NDPS 27B NDPS കേസ് ആരെങ്കിലും കേസിൽ രജിസ്റ്റർ ആണെങ്കിൽ അതിൽ എന്താ എഫക്ട്സ് ഉണ്ടാവും. സപ്പോസ് ഒരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ കോളേജ് ഗോയിങ് കുട്ടിയാണെങ്കിൽ അയാൾക്കെതിരെ ഒരു ചെറിയ കൺസംഷനുള്ള ക്രൈം കേസ് രജിസ്റ്റർ ആണെങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് കിട്ടാൻ, ജോലി കിട്ടാൻ, IIT PMT എൻട്രൻസിൽ UPSC ഏതെങ്കിലും എക്സാമിൽ പങ്കെടുക്കാൻ പെർമിഷൻ കിട്ടൂല. അതാണ് ഏറ്റവും വലിയ മീൻസ് അവെയർനെസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. കുറേ കുട്ടികൾമാരൊക്കെ ഇത് അറിയില്ല. ഇത് ശരിക്കും നമുക്ക് സ്കൂളിൻ്റെ കരിക്കുലമിൽ തന്നെ ടീച്ചേഴ്സ് വരീനും ഇതെല്ലാം അവെയർനെസ് കൊണ്ടുവരണം. കൂടാതെ ഹെൽത്തിൻ്റെ സയൻറ്റിഫിക്സ് തീർച്ചയായിട്ടും ഉണ്ടോ, അത് ഈ സമയത്ത് പറയാൻ കാര്യമല്ല. പക്ഷേ ഫാമിലിയിലെ അക്കത്ത് ഇപ്പോൾ നേരിട്ട് ജോയിൻറ്റ് ഫാമിലീസിൻ്റെ കൾച്ചറായിരുന്നു. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ഇഷ്ടം പോലുണ്ടോ, അമ്മ അച്ഛൻ 2 പേർ ജോലിയിൽ പോകുന്നുണ്ടോ, കുട്ടി എല്ലാ മൊബൈൽ ഫോണിൽ അഡിക്ഷനിൽ, പിന്നെ സോഷ്യൽ മീഡിയയിലേ ഉണ്ടോ. സോഷ്യൽ മീഡിയയിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ റിയൽ ലൈഫിൽ അത്ര ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അതൊരു വാക്യൂം. ആ വാക്യൂം നമുക്ക് എന്തായാലും ഒരു കമ്മ്യൂണിറ്റി മീൻസ് വരീനെ ഫിലപ്പ് ചെയ്യണം. കേരള വലിയ എക്സാമ്പിളാണോ നമ്മുടെ മൊത്തം രാജ്യത്തിലെ.
കേരളയിലെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ഉള്ള ഒരു വലിയ ഒരു എക്സാമ്പിളാണ്. സോ അതുകൊണ്ടാണോ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണോ ഈ നാട്ടിൽ കേരളത്തിൽ മാത്രമേ ഈ പോരാട്ടം എങ്ങനെ നമുക്ക് ജയിക്കണം അത് ഒരു വരി കിട്ടും. സോ ദാറ്റ് ഈസ് വൺ ഐ എം വെരി വെരി ഹോപ്പ്ഫുൾ. കഴിഞ്ഞ 8-9 വർഷം ഞാൻ കേരളയിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഞാനൊരു നോർത്ത് ഇന്ത്യൻ മലയാളിയാണോ, പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും വളരെ ഹോപ്പ്സ് ഉണ്ടോ. ആൻഡ് അത്ര 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണോ. മയക്കുമരുന്നുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത്ര ബ്യൂട്ടിഫുൾ നാടിൻ്റെ ബ്യൂട്ടി എല്ലാം പോവും. സോ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ കർശനമായ നടപടി വളരെ ശക്തമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം പോരാ. ഡിമാൻഡ് സൈഡിൽ, പിന്നെ ഫാമിലി സൈഡിൽ, പിന്നെ ഏതെങ്കിലും അഡിക്ഷൻ ആണെങ്കിൽ നമുക്ക് വളരെ ബേസിക് കാര്യങ്ങൾ നോക്കണം. ബേസിക് മീൻസ് ഇപ്പോൾ വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് ദ ബിഗ്ഗസ്റ്റ് അഡിക്ഷൻ ഈസ് എ മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഒരു 2-3 പ്രായമുള്ള കുട്ടി സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ കണ്ടതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കും, ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ പോകാൻ കഴിയില്ല. സോ ഈ ലെവലിൽ, ബേസിക് ലെവലിൽ നമ്മൾ കുറച്ച് ഫൈറ്റ് ചെയ്താൽ ഏതെങ്കിലും അഡിക്ഷനെ കുറച്ച് ഡിസിപ്ലിൻ പോലെ ആക്കിയിട്ട് ആ ഡിസിപ്ലിൻ ആൻഡ് ഡി അഡിക്ഷൻ ഈ ചെറിയ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ കുട്ടി സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അഡൽട്ടായിട്ട് പോകുമ്പോൾ അത് ഒരു ചൈൽഡ്ഹുഡുള്ള സോഷ്യലൈസേഷൻ അയാൾക്ക് ഹെൽപ്പ് ചെയ്യും ഈ എല്ലാ അഡിക്ഷൻ ഒഴിവാക്കേണ്ടത് വേണ്ടി. താങ്ക് യു ശ്രീ വൈഭവ് സക്സേന. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചാനലിലൂടെ ആൾക്കാരെ കേൾപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നൽകി താങ്ക് യു ശ്രീ വൈഭവ് സക്സേന. അങ്ങേക്ക് ഞങ്ങളുടെ ഒരു ഓർമ്മ നിൽക്കാൻ വേണ്ടി അപ്പോൾ അങ്ങ് ഈ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ വയ്ക്കാം. ഓക്കെ, താങ്ക് യു ശ്രീ വൈഭവ് സക്സേന. Hello. This is addressed to our respected rural SP, Mr. Vaibhav Saxena. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, ഒരു സൈബർ ക്രൈമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ആക്ഷൻ എടുക്കണമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ വലിയ നൂലാമാലകളാണ്. ഐ മൈസെൽഫ് ഈസ് എ ലോ ഗ്രാജുവേറ്റ്. പക്ഷേ എന്നിട്ട് പോലും ആളുകൾ അതിന് ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നില്ല. ഞാനും 2-3 ദിവസം ആലോചിച്ചത് വേണോ വേണ്ട, ഇത് വലിയ പ്രശ്നങ്ങളാവുമല്ലോ എന്ന് വെച്ചിട്ട് അവസാനം ഒരു സൺഡേ ഈവനിങ് I send him WhatsApp message. This WhatsApp number is available for all of you. I just want you to know, I am telling this so that he will understand. നിങ്ങളെല്ലാവരും തിരിച്ചറിയണം, ഇത്രയും സ്മാർട്ടായിട്ടുള്ള, ലുക്കിൽ മാത്രമല്ല ജോലിയിലും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു റൂറൽ SP ഉണ്ട്. ഇവിടെ ആലുവ റൂറൽ SP ഇരുന്ന എല്ലാവരും തന്നെ പിന്നീട് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ നിലയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹം വളരെ ആക്സസിബിളാണ്. ഹീസ് ആൻ ആക്സസിബിൾ റൂറൽ SP. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ സൺഡേ ഈവനിങ്ങിൽ ഞാൻ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഹി വുഡ് നോട്ട് സീ ഇറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നോട്ട് ഓൺലി ദാറ്റ് ഹി ഹാസ് സീൻ ഇറ്റ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ ഗോട്ട് എ കോൾ ഫ്രം SP's ഓഫീസ്. താങ്ക് യു സർ. Actually, he is doing his job only, but today we know that, the system, how it is acting. So when they do something, we need to appreciate them. And, my appreciation goes to, सिर्फ आपके लिए नहीं है, आपका पूरा टीम के लिए हमारा appreciation है. And he is also heading the cyber operation of the district. They have a police office in cyber police station in the near the sub jail office. സോ സാറ് പറഞ്ഞതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിൽ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് ക്യാമ്പയിൻ ഇപ്പോൾ കേരള പോലീസ് നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മക്കൾക്ക് അസുഖം വരാനായിട്ട് നമ്മുടെ മക്കൾ അതിനകത്തേക്ക് വേഗം കാത്തിരിക്കേണ്ട. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുക. ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യൽ റിഗാർഡ്സ് ടു ഹിം. സാർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പിടുത്തിയെത്തി പറയാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും പണിയാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വേദി ഉപയോഗിച്ചത്. Thank you very much, sir. You are doing a very good job. Thank you. Thank you. That was Mr. Vaibhav Saxena, our rural SP. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ അക്സസിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. അദ്ദേഹത്തിന് അത്യാവശ്യത്തിൽ കൂടുതൽ മലയാളം അറിയാമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാട്സപ്പ് വഴിയോ അല്ലാതെയോ അദ്ദേഹത്തെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ വൈകിയ വേളയിൽ ഇനി പിരിയാമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളിന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കണം, നമ്മുടെ നാടിന് സംരക്ഷണം എങ്ങനെ ഒരു കാവലാളാക്കാൻ കഴിയും ഈ നാടിൻ്റെ എന്നുള്ളത് നിങ്ങൾ അറിയണം. കാര്യം ഈ നാട് എനിക്കെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനേക്കാളും ഈ നാടിന് ഞാൻ എന്ത് ചെയ്തു എന്ന് തിരിച്ച് ചോദിച്ചതിന് വേണം നിങ്ങൾ ഉറങ്ങാൻ പോകാൻ.
അല്ലെങ്കിൽ ഉറക്കം വരാത്ത ദിവസങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.